ഗുഡ് ഈവനിങ് മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴാഴ്ച ദിവസങ്ങൾ നമ്മൾ സമഗ്ര ആരോഗ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് സമഗ്ര ആരോഗ്യം വളരെ പ്രത്യേകമായ ഒരു രീതിയിൽ നമുക്ക് നേടാമെന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചക്രവാണി സാറാണ്. കുടുംബ ജീവിതത്തിലൂടെ എങ്ങനെ സമഗ്ര ജീവിതത്തിലേക്കുള്ള പടികൾ വെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബജീവിതം തന്നെയാണ്, കുടുംബമാണ്. അപ്പൊ കുടുംബത്തിന്റെ ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ച് എങ്ങനെ ശാരീരികവും മാനസികവുമായ അല്ലെങ്കിൽ ആത്മീയവുമായ ആരോഗ്യത്തെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാമെന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ചക്രവാണി സാറാണ്. സാർ വൈക്കം സ്വദേശിയാണ്. KSF ജോലിയായിരുന്നു, സൂപ്രണ്ടായിരുന്നു. അതിനുശേഷം റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് ഇന്ത്യയുടെ പൈതൃകമായ ഇങ്ങനെയുള്ള ആത്മീയ സമഗ്ര ആരോഗ്യ പദ്ധതിയിലൂടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ചക്രവാണി സാറിനെയും. ചക്രവാണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് കുറച്ച് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം തന്നതിന് ലിങ്സോലഫിന് നന്ദി പറയുന്നു. കൂടെ ജഗദീശനോടും. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത്. മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല, പണമോ പദവിയോ വസ്തുവകളോ എന്തുണ്ടായെങ്കിലും ആരോഗ്യമില്ലായെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല എന്നുള്ളത്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആരോഗ്യത്തിന്റെ സപ്തതലങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് നമുക്ക് അടുത്തൊരു ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 8:30 മറ്റൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്യാം. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, പിന്നെ ആരോഗ്യത്തിന്റെ സപ്തതലങ്ങൾ നമ്മൾ സ്പർശിച്ചു പോകാം. കൂടാതെ ഗൃഹസ്ഥർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ, അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്. ഒരു നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഇനങ്ങളാണ്. ആ കുടുംബത്തിന്റെ 2 തരത്തിലുള്ള ഇനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുപോലെ അടുക്കള അന്നക്ഷേത്രമാണ്. അതുപോലെ ബന്ധങ്ങളുടെ ഒരു പിരമിഡ്, അതിൻ്റെ അകത്തൊരു 10 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒരുപാടുണ്ടെങ്കിലും 10 എണ്ണം തന്നെ ക്രോഡീകരിച്ച് അതും കൂടി സംസാരിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 8 മണി 8:10 ആകുമ്പോൾ തീരും എന്നൊരു കണക്കുകൂട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിന്റെ വളരെ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബ ജീവിതത്തിൽ ഈ ഒരു സമഗ്ര ആരോഗ്യം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. കുടുംബത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പ്രതിഫലിച്ച് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ ജനിക്കുന്നത്, അവർ വളരുന്നത്, വളർന്ന് വികസിക്കുന്നത് എല്ലാം തന്നെ. കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ നിന്നാണ് ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ, സംസ്കാരങ്ങൾ, വ്യക്തിത്വം എല്ലാം തന്നെ രൂപപ്പെടുന്നത്. ഈ കുട്ടികൾ തന്നെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്, അല്ലേ? അപ്പൊ വീടുകളിൽ നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല സംസ്കാരം ഉണ്ടാവും. ചീത്തയാണ് സംസ്കാരമെങ്കിൽ അതനുസരിച്ചുണ്ടാവാം. അപ്പൊ നല്ല സംസ്കാരമുള്ള കുട്ടികൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇടപാടുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു ടൂളാണ്. ഏത് ടൂള്? നമ്മുടെ വീടുകളിൽ നിന്നും ആർജിച്ച സംസ്കാരവും ശീലങ്ങളും എല്ലാം തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഈ അറിവും അല്ലെങ്കിൽ അവർ ആർജിച്ചെടുത്ത ഈ സംസ്കാരമൊക്കെ മോശമാണെങ്കിലോ കുടുംബത്തിനും മോശമാവും, ആ കുട്ടിക്കും മോശമാവും, സമൂഹവും മോശമാവും. നല്ല സംസ്കാരമാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിനും പ്രയോജനപ്പെടുന്നതായിരിക്കും, അതുപോലെ സമൂഹത്തിനും ദേശത്തിനും തന്നെ വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും കുടുംബത്തിലെ സംസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. മറ്റ് തലങ്ങളെല്ലാം വികസിച്ചു വരുന്നത്, നമ്മൾ 7 തലങ്ങളെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ മറ്റു തലങ്ങളെല്ലാം വികസിച്ചു വരുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതിന്റെ പല കാര്യങ്ങൾ, നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ നല്ലൊരു സംസ്കാരം ഉണ്ടാവണമെങ്കിൽ ആദ്യം നല്ലൊരു പേരന്റിങ്, ഗുഡ് പേരന്റിങ്സ് വളരെ ആവശ്യം. പേരന്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ പറയുന്നില്ല, കാരണം ഏകദേശം എല്ലാ ധാരണകളും എല്ലാവർക്കും ഉണ്ടാവാം. എന്നെക്കാൾ കൂടുതൽ എന്നെ പേരന്റിങ്ങിനെ കുറിച്ച് അറിയാവുന്നവരാണ്, വിശദമാക്കുന്നില്ല. അപ്പൊ ആദ്യം മാതാപിതാക്കളാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടത്. എങ്ങനെ നല്ലൊരു പേരന്റിങ് ആകാം, കുട്ടികളോട് എങ്ങനെ സമീപിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ നല്ല സംസ്കാരം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വളരുകയും സമൂഹത്തിൽ പ്രയോജനപ്രദമാകത്തക്ക രീതിയിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നത്. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ യാതൊരു പ്രയോജനമില്ല, അവരെ യൗവനം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കുടുംബ ജീവിതത്തിൽ എങ്ങനെ നല്ല സന്തോഷം സമാധാനവും ഒക്കെ നേടാം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സന്തോഷവും സമാധാനവും ഒക്കെ ആർജിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം, സമ്പത്ത് വേണം, ആരോഗ്യവും വേണം.
ഇത് മൂന്ന് സമന്വയിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കോള് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോള് വന്നപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ. നമ്മളെ ജീവിതത്തിലെ നയിക്കുന്നതിന് പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ്: അറിവ്, സമ്പത്ത്, ആരോഗ്യം. ഇത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഔപചാരികമായിട്ട് സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പദവി നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നേടാനുള്ള സാങ്കേതികമായ ജ്ഞാനം മാത്രമേ നൽകുന്നു. ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് പഠിക്കണോ, ജീവിക്കാൻ പഠിക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത്. അതിനാണ് ലൈഫ് സ്കിൽ മാനേജ്മെന്റ്. ഈ ലൈഫ് സ്കിൽ മാനേജ്മെന്റിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലാണ്. അതാണ് ഇവിടെ പ്രാധാന്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സമഗ്രമായ ആരോഗ്യമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നത് വിചാരിച്ചേക്കാം. സമഗ്രമായ ആരോഗ്യത്തുമായി ഇത് ബന്ധപ്പെടുന്നത് ഇവിടെയാണ്. അതായത് കുട്ടികൾ വികസിച്ചു വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അവിടെ സംസ്കാരവും അവരെ ആർജിക്കുന്ന മറ്റ് ശീലങ്ങളും എല്ലാം ഇതിനെ ബാധിക്കും. അതുകൊണ്ടാണ് കുട്ടികളുടെ ഈ വൈകാരിക തലം വഷളായി പോകുന്നത്, മാനസിക തലം വഷളായി പോകുന്നത്, ഇടപാടുകൾ, പെരുമാറ്റങ്ങളെല്ലാം വഷളായി പോകുന്നത് തോന്നുന്നു. ഇതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബതലത്തിലൂടെ നമുക്ക് വിവിധ ഘട്ടങ്ങൾ, സ്റ്റേജുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റേജുകളൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച ചില ഘട്ടങ്ങളെ കുറിച്ച് വെറുതെ ഒന്ന് ഓടിച്ചു പോകാം. കാരണം ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആകുമല്ലോ. ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നാം മനസ്സിലാക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കും പലരും വിചാരിക്കുക. ശരീരത്തിന് മാത്രമാണ് ആരോഗ്യം. പക്ഷേ ശരീരമല്ലാതെ മനസ്സ് എന്നൊരു തലം ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കും. കൂടുതൽ ജിജ്ഞാസുക്കൾക്ക് അത് ആത്മീയ തലത്തിലെ കുറിച്ചുള്ള അറിവും കൂടി ഉണ്ടാകും. അപ്പൊ ശരീരവും മനസ്സും ആത്മാവിനെ കുറിച്ചും ഒരുവിധം ജിജ്ഞാസയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞാലാണ് പിന്നെ സാമൂഹിക തലവും വൈകാരിക തലവും ആത്മീയ തലവും ഒക്കെ വരുന്നത്. ഇത്രയും 5 തലങ്ങൾ കഴിഞ്ഞാൽ പോലും കൂടുതൽ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ 6ാമത്തെയും 7ാമത്തെയും തലങ്ങളിലേക്ക് പോകുന്നത്. ആ തലമാണ് കുടുംബത്തിന്റെ തലം. ഏഴാമത്തതാണ് സമ്പത്തിന്റെ തലം. ഇവയെല്ലാം കൂടി സമന്വയിച്ചാൽ മാത്രമേ സമഗ്രമായ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ ഈ കുടുംബ ജീവിതത്തിന്റെ സമഗ്രത എത്തിക്കഴിഞ്ഞാൽ മറ്റ് ആരോഗ്യത്തിന്റെ തലങ്ങളും വികസിച്ചു വരും എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആമുഖമായിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ കുടുംബ ജീവിതത്തിൽ ഒരു ഗാർഹസ്ഥ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു 5-6 പോയിന്റുകൾ മാത്രം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഓരോ വ്യക്തിയും ഓരോ CD പോലെയാണ്. ഇപ്പോൾ CD അല്ല, പെൻഡ്രൈവ് ആണല്ലോ. ഓരോരുത്തരുടെയും തലയിലെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലെ റെക്കോർഡിങ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് പല തലങ്ങളിലായിട്ട് വ്യാപരിച്ചാണ് കിടക്കുന്നത്. അവരുടെ ചിന്തയിൽ വ്യത്യാസം ഉണ്ടാകാം, പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകാം, പ്രതികരണത്തിലുണ്ടാകാം, അതുപോലെ അനുഭവത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളിലൂടെയാണ് ഒരു വ്യക്തി രൂപപ്പെട്ടു വരുന്നത്. ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും. ചിന്തകളെ പ്രധാനമായിട്ട് 3ആയിട്ട് തിരിക്കും. ഒന്ന് പാഴ്ചിന്തകളാണ്, വേസ്റ്റ് തോട്ടാണ്. രണ്ടാമത്തത് റിച്ച് തോട്ടാണ്, സമ്പുഷ്ട ചിന്തകളാണ്. മറ്റത് ക്രിയേറ്റീവ് തോട്ടാണ്, സർഗാത്മകമായ ചിന്തയാണ്. അപ്പൊ ഇതിൽ തന്നെ നന്മയും തിന്മയുണ്ടെന്നും ഒക്കെ മനസ്സിലായി. അപ്പൊ ഈ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആരോഗ്യത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് നാം കടക്കുന്നതും അതുപോലെ തന്നെ ഈ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണെന്നുള്ള അടിസ്ഥാന കാരണങ്ങൾ ചിന്തയുടെ തലത്തിൽ കിടക്കുന്നതാണ്. രണ്ടാമത്തെ തലമാണ് കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് ഓരോരുത്തരുടെ വ്യത്യസ്തമായിരിക്കും, മനോഭാവം അതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഒരു വ്യക്തിയെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടു നടക്കുന്നവരായിരിക്കും. ആരുടെയെങ്കിലും കാഴ്ചപ്പാട് നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ സാധ്യമല്ല. അവരവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏകപക്ഷീയമായി നാം ഒരാളുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും തെറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. മൂന്നാമത്തെ ഒരു കാര്യം പെരുമാറ്റമാണ്. ഓരോരുത്തരുടെയും പെരുമാറ്റവും വ്യത്യസ്തങ്ങളാണ്. കുടുംബജീവിതത്തിലെ പലതരം അംഗങ്ങളുണ്ടെങ്കിലും ഓരോ അംഗങ്ങളും വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. ഇതറിയാതെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പെരുമാറ്റത്തെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുട്ടികളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിൻ്റെ ആയിക്കോട്ടെ, മാതാപിതാക്കളുടെ ആയിക്കോട്ടെ, പെരുമാറ്റത്തെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നാം പെടാപ്പാട് വിടുകയാണ്. അപ്പോൾ പെരുമാറ്റങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന് അറിയുമ്പോഴത്തേക്ക് അവയെ ഉൾക്കൊള്ളാനായിട്ടുള്ള സാധ്യത നമുക്കവിടെ കാണുന്നുണ്ട്. മറ്റൊന്ന് പ്രതികരണം. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രതികരിക്കുന്നത്.
കുടുംബത്തിലെ അംഗങ്ങൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അവരുണ്ട്. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഓരോരുത്തരും പ്രതികരിക്കുന്ന വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഇപ്പൊ 4 കുട്ടികളുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, അയ്യോ വലിയൊരു പ്രശ്നമാണല്ലോ വന്നിരിക്കുന്നത് എന്ന് ഒരാൾ പറഞ്ഞിരിക്കും. പക്ഷെ രണ്ടാമൻ പറയും പ്രശ്നമുണ്ട്, ശരിയാണ് എന്ന് പറയാം. പക്ഷെ മൂന്നാമത്തെ ആൾ പറയുന്നത് പ്രശ്നമോ, എന്തൊരു പ്രശ്നം, നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത ആൾ പറയും ഇതെന്തൊരു പ്രശ്നം, ഇത് പ്രശ്നമൊന്നുമല്ല, നമുക്ക് ഈസിയായിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും എന്നൊരു ധാരണയായിരിക്കും അവിടെ ഉണ്ടാക്കുക. അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യത്തോട് ഓരോരുത്തരും പ്രതികരിക്കുന്ന പെരുമാറുന്ന രീതികൾ വല്ല വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ അനുഭവത്തിന്റെ തലത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ ഒരു വ്യക്തിക്കുണ്ടായ അതേ അനുഭവം മറ്റു വ്യക്തികൾക്കുണ്ടാവും, ഒരിക്കലും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും പറിച്ചു നടപ്പെട്ട 2 പേരാണ് അല്ലെ. 2 പേരുടെ സംസ്കാര വ്യത്യസ്തങ്ങളായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ അനുഭവം വലുതായിരിക്കും. എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അനുഭവത്തെക്കാൾ മോശം അല്ലെങ്കിൽ നല്ലത് എന്ന രീതിയിൽ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അനുഭവങ്ങൾ സുഖം തരുന്നതുകൊണ്ട് ദുഃഖം തരുന്നതുകൊണ്ട്, ദുഃഖം തരുന്ന അനുഭവങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംശയങ്ങൾ പോലും ചില ദുഃഖങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സംശയം, അത് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്നാണ് പറയുന്നത്. അതിന് ആധ്യാത്മിക ഭാഷയിൽ പറയുന്നത് ആത്മീയ ദുഃഖം എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തടസ്സങ്ങളാണ്. എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ ഇങ്ങനെയൊരു സംശയം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും. അതിനെ ആദിദൈവിക ദുരന്തം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ താപം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇടിമിന്നല്, പ്രളയം, ഉരുളുപൊട്ടല്, സ്ഫോടനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. മറ്റൊന്നെന്ന് വെച്ചാൽ ഈ പാമ്പ് കടി, പട്ടി കടിക്കുക, അങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ ഭൗതിക വസ്തുക്കളെ കൊണ്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആദി ഭൗതികം എന്ന് പറയുന്ന ദുഃഖങ്ങളാണ്. ഈ 3 കാറ്റഗറിയിലാണ് ഏതൊരു മനുഷ്യനും ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മുടെ സമഗ്ര ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കി എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് എന്ന്. അത് 5 തലങ്ങളിലാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആത്മാവിന്റെ തലത്തിൽ എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് ഒന്ന് തന്നെയാകുന്നത്? ഇപ്പൊ വ്യത്യസ്തരാണെന്ന് പറഞ്ഞു, പിന്നെ അത് ഒന്നാണെന്ന് പറയുമ്പോൾ അതിനൊരു വൈരുദ്ധ്യം തോന്നാം. നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജം, ആ ഊർജമാണ് നമ്മുടെ ശരീര മനസ്സുകളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിക്കുന്നത്. വൈദ്യുതി എങ്ങനെയാണോ ഒരു ഫാനിലൂടെ പ്രവർത്തിച്ച് കാറ്റ് നമുക്ക് നൽകുന്നത്, അതുപോലെ ഒരു ഹീറ്ററിലേക്ക് വൈദ്യുതി പ്രവേശിക്കുമ്പോൾ അത് ചൂടായിട്ട് പരിണമിക്കുന്നത്. അങ്ങനെ പല തരത്തിലും വൈദ്യുതി നമ്മളിലൂടെ പ്രവർത്തിക്കും. അതിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഊർജം എല്ലാവരിലും ഒരുപോലെയാണ്. ഇതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നത്. ജീവിതത്തില് മൂന്നാമത്തെ പോയിന്റ്, ജീവിതത്തില് ചില ദ്വന്ദ്വ അനുഭവങ്ങളും ചാക്രിയതയും ഉണ്ട് എന്ന് നമുക്ക് ജീവിതത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. എന്താണ് ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ? ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ 2ആണ് അല്ലെ. 2 തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും. ക്രോധം വന്നാൽ വെറുപ്പ്, അതുപോലെ സന്തോഷം, സ്നേഹം എന്നിവയുണ്ട്. വിപരീത മൂല്യങ്ങൾ വന്നിട്ട് അത് കൂട്ടിമുട്ടുന്നുണ്ടാവാം. അപ്പൊ ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാലും അതിനൊരു മറുവശം ഉണ്ടാകും. നമുക്കറിയാൻ കേട്ടിട്ടുണ്ടല്ലോ, ഈ സമയവും കടന്നുപോകും. ഒരിക്കലും സ്റ്റാഗ്നന്റ് ആയിട്ട് ഒരേ അവസ്ഥ മനുഷ്യന് ഉണ്ടാവുകയില്ല. കുറച്ചു കാലം നിലനിൽക്കും, അത് മാറിപ്പോവുകയും ചെയ്യും. അത് പലപ്പോഴും ദ്വന്ദ്ങ്ങളുമായിരിക്കും. ഒപ്പം തന്നെ ചാക്രികമായിരിക്കും. നമുക്കറിയാം മന്വന്തരങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. അതുപോലെ ചതുർയുഗങ്ങൾ മാറി മാറി വരുന്നു. മാസങ്ങൾ, ഋതുക്കൾ, ഇതെല്ലാം മാറി മാറി വരുന്നുണ്ട്. നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങി ഡിസംബർ കഴിഞ്ഞാൽ വീണ്ടും ജനുവരി തന്നെയാണ് വരുന്നത്. അതുപോലെ ആഴ്ചകളുടെ കാര്യത്തിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ തുടങ്ങി ഞായറാഴ്ച കഴിഞ്ഞാൽ വീണ്ടും തിങ്കളാഴ്ച തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ചാക്രിയതയുണ്ട്. നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, നമ്മൾ ഉറങ്ങുന്നു, വീണ്ടും നേരം വെളുക്കുന്നു. ഈ ഒരു ചാക്രിയതയും കൂടി മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അത് ആരോഗ്യത്തിന് കാംക്ഷിക്കുന്ന ഓരോരുത്തരുണ്ട്. ഗൃഹസ്ഥന്മാർ അറിഞ്ഞിരിക്കേണ്ട 3ാമത്തെ പോയിന്റാണ്. 4ാമത്തെ കാര്യം, അമിതമായ ചില ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം നമുക്ക് ദുഃഖം തരും എന്നുള്ളതാണ്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം, പ്രതീക്ഷയും ആഗ്രഹങ്ങളുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ദുഃഖം തരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഇത് അമിതമായ എന്നൊരു വാക്കോട് കൂട്ടിച്ചേർത്തത്. ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു പ്രത്യേക ലെവലിന് അപ്പുറത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അതിനനുസൃതമായ ഒരു റിട്ടേൺ കിട്ടണമെന്നില്ല. ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്, ആ കുട്ടിക്ക് ഉയർന്ന മാർക്ക് നേടണം. ആ കുട്ടിക്ക് അതിനുള്ള ഐക്യു ഉണ്ടോ, മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, ശാരീരികവും മാനസികവുമായിട്ട് അവൻ എത്രമാത്രം ഉയർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ A+ അല്ലെങ്കിൽ A++ ഒക്കെ നേടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പോഴത്തേക്ക് ദുഃഖമേ ഉണ്ടാവും. നമ്മുടെ ജീവിത പങ്കാളി നമ്മളോടൊപ്പം വളരണം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമ്മുടേതുപോലെ ആവണം, കുട്ടികളുടേതാകണം, മാതാപിതാക്കൾ അങ്ങനെ ആകണം. ഇങ്ങനെ വ്യക്തികളിൽ നിന്നോ വസ്തുവിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ അമിതമായ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ
അത് തീർച്ചയായിട്ടും ദുഃഖം തരും. അതുകൊണ്ട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മിതമായി സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ സമഗ്ര ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. ഗാർഹസ്ഥ്യന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ സ്വയം മാറണമെന്ന് വിചാരിക്കാത്ത ഒരു വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്ക് പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും. ആ വ്യക്തിയെ മാറ്റിയെടുക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ആ വ്യക്തി സ്വയം വിചാരിക്കാതെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക? നമുക്കിവിടെ ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ആശയങ്ങളും അറിവുകളും നൽകുന്ന ഒരുപാട് ചാനലുകൾ, ഗുരുക്കന്മാർ, ഒരുപാട് സാധ്യതകൾ പുസ്തകങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആ വ്യക്തിക്ക് സ്വയം തോന്നാത്തിടത്തോളം കാലം ഒരു കാരണവശാലും ആ വ്യക്തിയെ മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് വൃഥ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ അവനവനെ മാറ്റാൻ ശ്രമിക്കുക. അത് പുറകെ വരുന്നുണ്ട്. ഒരു ട്യൂണിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ടച്ച് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ നന്നാക്കേണ്ട ആവശ്യമില്ല. സ്വയം നന്നാകുക, ട്യൂൺ ചെയ്ത് പോകുക എന്നുള്ളത്. ഇനി വേറൊരു കാര്യം, പ്രകൃതിയിൽ ധാരാളം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലതരത്തിലുള്ള വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ശ്രദ്ധിച്ചാൽ അവയിൽ ഒരു ചെടി പോലും ഒരുപോലെയല്ല, ഇലകളും ഒരുപോലെയല്ല, പൂക്കളും ഒരുപോലെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ വൈവിധ്യം ഉണ്ടായിരിക്കെ മനുഷ്യന്റെ സ്വഭാവത്തിലും ഈ ഒരു വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പൂന്തോട്ടത്തിൽ നിറയെ മഞ്ഞ പൂക്കളാണെന്നിരിക്കട്ടെ, ജമന്തികളാണെന്നിരിക്കട്ടെ, അതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? അതിന് പകരം വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളാണെങ്കിൽ നമുക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും, വളരെ ആസ്വാദ്യകരമായിരിക്കും അല്ലേ? ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ വ്യക്തികളുടെ പെരുമാറ്റത്തിൽ നമ്മൾ മേൽ പറഞ്ഞ 3-4 പോയിന്റുകൾ പറഞ്ഞു. അവയിലെല്ലാം വ്യത്യസ്തത ഉണ്ടെങ്കിൽ ആ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്വദിച്ച് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ജീവിതത്തിൽ സുഖമായി പോകാൻ സാധിക്കുന്നത്. കുട്ടികൾ ചില കുസൃതികളൊക്കെ കാണിക്കുമല്ലേ? അപ്പോൾ കുട്ടികളുടെ സ്വഭാവമാണ് കുസൃതികൾ കാണിക്കുന്നത്. ചില സാധനങ്ങളൊക്കെ താഴെയിട്ട് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കയറി നിന്ന് വീഴുകയോ ഇതൊക്കെ ചെയ്യുമല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ കുട്ടികളെ ചിലപ്പോൾ വഴക്ക് പറയായിരിക്കും, എന്നാലും നമ്മൾ ആ കുട്ടിത്തം എന്നൊരു ആസ്വാദ്യത അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ആസ്വാദ്യകരമായിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു 6 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാവുന്നതാണ്. കുടുംബത്തിന്റെ പ്രാധാന്യം എന്താണ്? കുടുംബത്തിന്റെ ഇനം എന്താണ്? എത്ര തരത്തിലുള്ള കുടുംബങ്ങളുണ്ട് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് സംസാരിക്കേണ്ടത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ്. സന്തുലിതമായ രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വ്യവസ്ഥ പോലെ തന്നെ അന്യോന്യം ബന്ധപ്പെട്ട് പൂരകമായിട്ട് ശരീരത്തിലെ പല വ്യവസ്ഥകൾ അങ്ങനെയാണ്. അന്യോന്യം ബന്ധപ്പെട്ടും താളക്രമത്തിലുമാണ് പോകേണ്ടത്. കുടുംബത്തിലും അങ്ങനെ തന്നെയായിരിക്കും. കുടുംബത്തിലെ ചില കപ്പിൾ സിസ്റ്റം ഉണ്ടാവും അല്ലേ? കപ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, അതുപോലെ അച്ഛനും അമ്മയും. ചൈൽഡ് സിസ്റ്റം, ചൈൽഡ് 2-3 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം കൂടി ഒരു സിസ്റ്റം ആയിരിക്കും. ഇവയെല്ലാം കുടുംബത്തിന്റെ പൊതുവായ ധാരയിലേക്ക് ഒരുമിച്ച് ഒരു ഒത്തൊരുമയുടെ സമഗ്രതയിലേക്ക് പോകുമ്പോഴത്തേക്ക് മാത്രമേ ഒരു സംസ്ഥത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരുമ ഉണ്ടാകുമ്പോഴത്തേക്ക് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട്, അതായത് കുടുംബത്തിലെ ഒരു സമസ്തത എന്നുള്ളത് വ്യവസ്ഥയാണെന്നുള്ള അടിസ്ഥാനപരമായ അറിവിൽ കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. പൊതുവെ നമ്മൾ കുടുംബത്തിനെ 2ആയിട്ടാണ് നാം കണ്ടിട്ടുള്ളത് അല്ലേ? ഒന്ന് കൂട്ടുകുടുംബം, മറ്റൊന്ന് അണുകുടുംബം. കൂട്ടുകുടുംബം നമുക്കറിയാം എണ്ണത്തിൽ കൂടുതലുള്ളതാണ്. അച്ഛനും അമ്മയും, അച്ഛൻ്റെ അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ ഉള്ളതാണ്. അണുകുടുംബം നമുക്കറിയാം, ഭാര്യയും ഭർത്താവും 1-2 കുട്ടികളും ഒക്കെ ഉള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ സമയങ്ങളെന്ന ആവശ്യമില്ല. എന്നാൽ മൂന്നാമതൊരു ഘടകം കൂടി ഒരു 10 കൊല്ലത്തിനുള്ളിൽ വികസിച്ച് വരുന്നുണ്ട്. ഞാൻ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇതായിരുന്നു എന്ന് തോന്നിയേക്കാം. ഏതാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കും? ഫോൺ കുടുംബമാണ്. ഫോൺ കുടുംബം വളരെ രസകരമാണ്. ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ വികസിച്ചു വരുന്ന ഒരു കുടുംബ സങ്കല്പമാണ്. കുടുംബ സങ്കല്പമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെ അതെ. അച്ഛനും അമ്മയും മാത്രമെന്നല്ല, കുട്ടികളും ഉണ്ടെങ്കിൽ ഇപ്പൊ കൊറോണ സമ്മാനിച്ച ഒന്നാണല്ലോ ഫോൺ എന്ന് പറയുന്നത്. കൂടുതൽ ഉപയോഗം വന്ന് ആ കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഈ ഓരോരുത്തർക്കും ഓരോ ഫോണുകളാണ്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരാൾ സോഫയിലിരുന്ന് ഫോൺ നോക്കുന്നു, ഒരാൾ വരാരന്തേരിയിരുന്ന്, ഒരാൾ കട്ടിലിരുന്ന്, അങ്ങനെ പരസ്പര ആശയവിനിമയം ഇല്ലാതെ ഭക്ഷണം പോലും മൊബൈലിന്റെ മുമ്പിലിരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു മൊബൈൽ കുടുംബം തന്നെ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് അതിന് വിശദീകരണം ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഭദ്രതയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് തിരിക്കാം. ഒന്ന് വെൽനസ് ഫാമിലി, രണ്ടാമത്തത് അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി, മൂന്നാമത്തത് ഇൻലെസ് ഫാമിലി. മൂന്നാമത്തെ രണ്ടാമത്തെ കേൾക്കാം. വെൽനസ് ഫാമിലി, ഇൻലെസ് ഫാമിലി, അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി. വെൽനസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫാമിലിയാണ്. ഈ ഹെൽത്തി ഫാമിലിക്ക് എന്താണ് പ്രത്യേകത? ഹെൽത്തി ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവ തുറന്നു പറയുകയും
ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യും. സമഗ്രമായ ഒരു ആരോഗ്യത്തിന്റെ തലങ്ങൾ അവർക്കുണ്ടാകും. ഈ 6 തലങ്ങൾ, 7 തലങ്ങളിൽ 6 തലങ്ങളും ഭദ്രമായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു വികാരവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. തുറന്നു പറയാനാണ്, ഒരു അടിച്ചമർത്തലും അവിടെ ഇല്ല, ഓപ്പൺ ആണ് കംപ്ലീറ്റ്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിലുള്ള നിയമവ്യവസ്ഥകൾ, കുടുംബത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. രാവിലെ പോയി കഴിഞ്ഞാൽ ഇത്ര മണിക്ക് വരണം, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം ഇത്ര മണിക്ക് കഴിക്കണം, എല്ലാവരും ഒരുമിച്ച് കഴിക്കും, ഇങ്ങനെ ചില വ്യവസ്ഥകൾ ഉണ്ടാവാം. അത് ഗ്രഹനാഥനായിരിക്കും അല്ലെങ്കിൽ ഗ്രഹനാഥയായിരിക്കും രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യവസ്ഥയ്ക്ക് കടുംപിടുത്തം ഉണ്ടാകും, അയവുണ്ടാകും. പിന്നെ വളരെ പക്വതയോടുകൂടിയായിരിക്കും അവരുടെ പെരുമാറ്റങ്ങൾ, കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വികാരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. അതുപോലെ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ അച്ഛന് അച്ഛൻ്റെതായ ഉത്തരവാദിത്വം, അമ്മയ്ക്ക് അമ്മയുടേതായ ഉത്തരവാദിത്വം. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കുടുംബം വെൽനെസ് ആണെന്ന് നമുക്ക് പറയാം, അതായത് ഹെൽത്തി ഫാമിലി ആണെന്ന് പറയാം. ഇൽനെസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത് നേരെ വിപരീതമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ മൂടി വയ്ക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താനുള്ള ഒരു സംഭവമായിരിക്കും. എന്തെങ്കിലും ഒരു വികാരം പ്രകടിപ്പിച്ചാൽ ആ വികാരത്തെ പ്രകടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഒരു സങ്കടം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നതിനെ കുറിച്ച് അച്ഛനോടോ അമ്മയോടൊന്നും പറയണം, സമ്മതിക്കില്ല, മിണ്ടിപ്പോരുതെന്ന് പറയാം. അപ്പൊ അങ്ങനെ വികാരത്തെ അടിച്ചമർത്തുന്നതിലൂടെ ആരോഗ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പരസ്പരം പറയാതെ മൂടി വയ്ക്കുമ്പോഴത്തേക്കും അത് സപ്രസ്ഡ് ആണ്. സപ്രസ്ഡ് ആയിട്ടുള്ള ഓരോ വികാരങ്ങൾക്കും നെഗറ്റീവായ ഹോർമോൺ പ്രഭാവം ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതാണ് ഇൽനെസ് ഫാമിലിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല. മൂന്നാമത് അഡ്ജസ്റ്റ്മെന്റ് ഫാമിലിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വെളിയിലേക്കും പറയില്ല, ഉള്ളിൽ ഒതുക്കുകയും ചെയ്യും, ഉള്ളിൽ സംസാരിക്കുകയില്ല. അപ്പൊ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, അതായത് വഴക്കോ അല്ലെങ്കിൽ മറ്റ് ബഹളങ്ങളോ അക്രമങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അവിടെയും ഒരു സപ്രഷൻ വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരുന്നാൽ ഉള്ളിൽ കിടന്ന ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അതൊരു വിസ്ഫോടനമായിട്ട് വരികയും ചെയ്യും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ വികാരങ്ങൾ യഥാസമയത്ത് പ്രകടിപ്പിക്കേണ്ടതാണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി അങ്ങനെ പ്രകടിപ്പിക്കില്ല, സപ്രസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഫാമിലിയിൽ ഉള്ളത്. അവർക്ക് ബന്ധുക്കളുടെ സമീപം കുറവായിരിക്കും. അതുപോലെ കുട്ടികളുമായിട്ടുള്ള സമീപം, അവരുമായിട്ട് സമയം ചെലവഴിക്കൽ, കുറച്ച് സമയങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുക, ഈ ഒരു യാതൊരു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതാണ് അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും സമഗ്രമായ കുടുംബ ആരോഗ്യത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അടുത്തത്, കുടുംബത്തിലെ ആരോഗ്യത്തിന്റെ അടുക്കള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുക്കള അന്നക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ക്ഷേത്രം എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ? ക്ഷേത്രം എന്നാൽ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീര മനസ്സുകൾ കേൾക്കുന്ന ക്ഷതങ്ങൾ, ദുഃഖങ്ങൾ, മനോവികാരങ്ങൾ ഇവയെല്ലാം വരുമ്പോൾ പ്രാർത്ഥനാലയങ്ങളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാശ്വാസമില്ല. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്. കുടുംബത്തിൽ എന്താണ് ചെയ്യുന്നത്? ശരീരപുഷ്ടിക്കും ആന്തരിക അവയവങ്ങളുടെ തേയ്മാനമൊക്കെ ഉണ്ടാക്കാൻ പോഷകമായ ആഹാരം ഉണ്ടാക്കുന്നത് ഈ അടുക്കളയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നക്ഷേത്രമാണ് അടുക്കള എന്ന് നമുക്ക് പറയാം. നമ്മുടെ സമഗ്രമായ ആരോഗ്യത്തിന് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഭക്ഷണത്തിന്റെ ഗുണം അനുസരിച്ചായിരിക്കും നമ്മുടെ ആരോഗ്യവും ഉണ്ടാകുന്നത്. അപ്പൊ ആരോഗ്യത്തെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഈ ഭക്ഷണത്തിന് ശുദ്ധമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഭക്ഷണത്തിൽ ടോക്സിൻസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ടാവും. അതിലെ 2-3 കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആശ്രയദോഷം, നിമിത്തദോഷം, ജാതിദോഷം. ജാതിദോഷം എന്നാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടെങ്കിലും ചില ഭക്ഷണങ്ങൾ ചിലർക്ക് പിടിക്കാതെ വരും, ചിലർക്ക് യോജിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് പിടിക്കാതെ വരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് പിടിക്കുന്ന, നമ്മുടെ സാൽമ്യം വന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതാണ് ജാതിദോഷം. നിമിത്തദോഷം എന്ന് പറയുമ്പോൾ കൃമികീടങ്ങളോ പുഴുക്കളോ ഒക്കെ ആ ഭക്ഷണത്തിൽ ഇരുന്ന് അതിനെ അലിയിക്കുക അല്ലെങ്കിൽ ചീച്ച് കളയുന്ന ഒരു ഭാഗമുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ഉപയോഗപ്രദമല്ല. നമുക്ക് ഇവിടെ പ്രധാനം ആശ്രയദോഷമാണ്. ഭക്ഷണത്തിന് ആശ്രയദോഷം എന്നാൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഏത് മനോഭാവത്തോടു കൂടിയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ആശ്രയദോഷം ഒഴിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭൂരിഭാഗം കുടുംബങ്ങളും ഹോട്ടലിലെ ഭക്ഷണത്തിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെ അവർ വിൽപ്പനയ്ക്കായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നാൽ കുടുംബത്തിലാവട്ടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ കരുതിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതൊരു വിൽപ്പനയ്ക്ക് ഉതകുന്ന രൂപത്തിൽ അല്ല. എന്നാൽ ഹോട്ടലിലാകട്ടെ വിൽപ്പനയ്ക്കായതുകൊണ്ട് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അവരുടെ മനോഭാവം എന്തായിരിക്കാം? അതിന് കൂലി കിട്ടണമെന്നുള്ളതായിരിക്കാം. എന്നാൽ അടുക്കളയിലോ
അടുക്കളയിൽ കൂലി കിട്ടാത്ത ഒരു പണിയാണ്, അല്ലേ? അടുക്കള ജോലി എന്ന് പറയുന്നതിന് യാതൊരു അവധിയുമില്ല, കൂലിയുമില്ല, ചെയ്താൽ തീരാത്ത പണികളാണ്, അല്ലേ? മിക്കവാറും സ്ത്രീകൾ തന്നെയായിരിക്കും ഈ പണികൾ ഏർപ്പെടുന്നത്. അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സഹോദരിമാരോ ഒക്കെ ആയിരിക്കും ഈ ജോലി ഏറ്റെടുത്ത് ചെയ്യുക. ഇത് അണുകുടുംബമായതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും, അവരെ സഹായിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പൊ ഈ ജോലി ചെയ്യുന്ന അമ്മമാരുടെ മനോഭാവം എന്തായിരിക്കും? അവര് ഓരോ സാഹചര്യത്തെയും പഴിച്ചുകൊണ്ടും പിറുപിറുത്തുകൊണ്ടും ഒക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്, അല്ലേ? എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും സഹായമില്ലാതെ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് അവരെ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ചിന്താഗതിയും മനോഭാവവും ഉണ്ടാകുമ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് എത്രമാത്രം ആരോഗ്യകരമായ ഗുണമുണ്ടാകും. അപ്പൊ അത് ഭക്ഷണത്തിൽ ടോക്സിൻ കളരാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ടോക്സിൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മനോഭാവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഭാര്യമാർ അല്ലെങ്കിൽ അമ്മമാർ കരുതേണ്ടത് എന്താണ്? അത് അവരുടെ ഒരു കർമ്മമാണ്. ആ കർമ്മം ഗ്രഹനാഥയുടെ ഒരു ധർമ്മമായിട്ട് കരുതണം. ആ കർമ്മവും കൂടെ ഒത്തുചേർന്നിട്ട് ഒരു മനോധർമ്മമാക്കി മാറ്റുകയും ചെയ്യണം. എങ്ങനെയാണ് മനോധർമ്മമാവുന്നത്? ചെയ്യുന്ന ജോലികൾ നന്നായിട്ട് ആസ്വദിച്ച് അതിന് പരിഭവങ്ങളോ പരാതിയോ പറയാതെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടണം എന്നുള്ള ചിന്താഗതിയോടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് വളരെ രുചികരമായിരിക്കുകയും ചെയ്യും, ആരോഗ്യപ്രദമാക്കുകയും ചെയ്യും. അങ്ങനെ അത് കർമ്മവും ധർമ്മവും ചേർന്ന് മനോധർമ്മമാകുമ്പോഴത്തേക്കാണ് തീർച്ചയായിട്ടും കുടുംബത്തിൽ സമഗ്രമായ ആരോഗ്യം അന്യക്ഷേത്രമായ അടുക്കളയിൽ നിന്ന് ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ കൂടി സഹായിച്ചാൽ മാത്രമേ കുടുംബത്തിലെ പല കാര്യങ്ങളും പൂർത്തിയായിരിക്കാൻ സാധിക്കുള്ളൂ. കാരണം കഴിച്ച പാത്രങ്ങൾ അത് ഒരുപാടുണ്ടാവാം. ഭക്ഷണ പാചകത്തിന്റെ വൈവിധ്യങ്ങളോ എന്തെങ്കിലും കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതും ആ സ്ത്രീകൾ തന്നെയാണ് കേൾക്കേണ്ടി വരിക. അപ്പൊ കുടുംബജീവിതത്തിലെ ഒരു സഹായം തീർച്ചയായിട്ടും കുടുംബിനികൾക്ക് നൽകേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വസ്തുതയോട് നാം അറിയേണ്ടത്, ഇന്ന് കുടുംബത്തിലെ സ്ത്രീകൾ കൂടി ജോലിക്ക് പോകുന്നത് കൊണ്ട് അവർക്ക് അധിക ജോലിയാണ് അടുക്കള എന്ന് പറയുന്നത്. പല കുടുംബങ്ങളിലും ജോലി കഴിഞ്ഞു വന്നിട്ട് ഗാർഹിക ജോലികളിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് വളരെയധികം വൈഷമ്യങ്ങളുണ്ട്. അവര് ഒരുപാട് വൈകാരിക സമ്മർദ്ദത്തിലൊക്കെ ആയിരിക്കും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. അത്തരം സന്ദർഭങ്ങളിൽ അറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെടണം. അവരുടെ ഗാർഹിക ജോലികളുടെ ഭാരവും വിരസതയും മാറ്റുവാനായിട്ട് നമ്മുടെ ആണുങ്ങളുടെ ഒരു സഹകരണം, സഹവർത്തിത്വം ആവശ്യമായിരിക്കും. പക്ഷെ അവർ വിചാരിക്കും ചിലപ്പോൾ ഇത് സ്ത്രീയുടെ അടിമയായി പോകുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല, ഒരു മുൻവിധിയുടെ ആവശ്യമേ ഇല്ല. അതായത് ഞാൻ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ സാധന സാമഗ്രികളും എടുക്കുന്നുണ്ട്, പിന്നെ അടുക്കളയിൽ എന്താ പണി? അവരുടെ ജോലിയാണ് അത് ചെയ്യേണ്ടത്, അവർ ചെയ്യട്ടെ എന്ന് വിധിക്കുന്ന ആ ഒരു മുൻധാരണ തീർച്ചയായിട്ടും മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ അവരുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് പകലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകം സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓരോരോ കാര്യങ്ങൾ, പകൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ചില നർമ്മങ്ങൾ പങ്കുവെക്കുക, നമ്മളെ കറിയുടെ രുചിയെക്കുറിച്ചോ ഇനത്തെക്കുറിച്ചോ ഇന്നലെ ഉണ്ടാക്കിയ കറിയെക്കുറിച്ചോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് കുടുംബിനികൾക്ക് അത് വലിയൊരു ആശ്വാസം. അത് മാത്രമല്ല, ഒരു മെന്റൽ പ്രോക്സിമിറ്റി അവിടെ ഉണ്ടാവും. എന്താണ് മെന്റൽ പ്രോക്സിമിറ്റി? ഒരു റാപ്പോയാണ്, ഒരു അടുപ്പം. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, കുടുംബത്തിലുള്ളവരെ ആരും ആയിക്കോട്ടെ, മുതിർന്ന കുട്ടികളെ കൂടി പാചകത്തിലേക്ക് നമുക്ക് സഹകരിപ്പിക്കാം. എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോഴത്തേക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് തീർക്കാൻ സാധിക്കും. സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്ന ജോലി ഒരുപക്ഷെ 1.5-2 മണിക്കൂർ എടുത്തുനിന്നിരിക്കുക. കൂട്ടുകൂടുമ്പോഴത്തേക്ക് അതിലൊരു ആയാസരഹിതമായിട്ട് സന്തോഷകരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുടുംബജീവിതത്തിൽ സഹായം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കും. കാരണം അതിനകത്തൊരു സ്നേഹം എന്നൊരു ഘടകം, ഒരു സഹവർത്തിത്വം എന്നൊരു ഘടകം, ഒരു പിന്തുണ, അംഗീകാരം, ഇതെല്ലാം അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടാവും. ആ ഒരു വികാര സമന്വയം തന്നെ ആഹാരത്തിന് രുചികരമാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത്തരം ഒരു അവസ്ഥ കുടുംബത്തിലുണ്ടായാൽ പറയാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും വ്യാപരിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻ തീർത്ത് ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. കുടുംബജീവിതത്തിലെ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ അവർ വളരെ നൈസർഗികമായിട്ടും കുറെ കാലങ്ങളോട് കൂടി ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു മറുവശമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ പുരുഷന്മാർ സഹായിക്കാൻ പോയാൽ എങ്ങനെയാണെന്നൊരു ചോദ്യം വരും. കാരണം പല അബദ്ധങ്ങൾക്കും അവിടെ അവർ ചെയ്ത ശീലങ്ങൾ നമുക്കൊരു കൈക്കൊരു സ്വാധീനം ഉണ്ടായിരുന്നിരിക്കില്ല. അവർ വീട്ടിൽ ചെയ്യുമായിരിക്കാം, പലരും ഏനത്തിലൊക്കെ ചെയ്യും, പക്ഷെ നമുക്ക് സാധിക്കാതെയും വന്നേക്കാം. അപ്പൊ ചില പോരായ്മകൾ വന്നു വന്നിരിക്കാം. ഒരുപക്ഷെ ചില കയ്യിൽ നിന്ന് എന്തെങ്കിലും പാത്രങ്ങൾ വീണ് ഒടിഞ്ഞെന്നോ പൊട്ടിപ്പോയെന്നോ ഒക്കെ ഇരിക്കാം. ചിലപ്പോൾ ഉപ്പിട്ടത് കൂടിപ്പോയെന്നിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള പരിമിതികളുണ്ടാകാം. അങ്ങനെയുള്ള പോരായ്മകളെ അതിനെ വഴക്ക് പറഞ്ഞ് പുരുഷന്മാരെ അകറ്റുന്നതിന് പകരം സ്ത്രീകൾ ചെയ്യേണ്ടത് അവർ ചെയ്ത പോരായ്മകളെ പരിഹരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് വരേണ്ട, എനിക്ക് ഇരട്ടി പണിയാണെന്ന് പറഞ്ഞ് തള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ടോ നമുക്ക് അവിടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ ഉണ്ടാകുന്ന പാചക കാര്യങ്ങളൊക്കെ കുറെ കൂടെയൊക്കെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ്
അടുക്കള അന്നക്ഷേത്രമാണ് എന്ന് പറയുന്നത്. പോഷകസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കുന്നതിൽ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ. അടുത്ത നമുക്ക് ബന്ധങ്ങളുടെ ഒരു പിരമിഡ്. സമയം ബന്ധങ്ങളുടെ പിരമിഡ് എന്ന് പറയുമ്പോൾ ഒരു 10 സെഗ്മെന്റ് ഉള്ള ഒരു ഭാഗമാണ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടിയിൽ കൂടുതൽ വിസ്താരമുള്ളതും മുകളിലേക്ക് കുറുത്തു വരുന്നതുമായ കാര്യം. അതിൽ വളരെ പ്രധാനപ്പെട്ട 10 പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന 3-4 അംഗങ്ങൾ ഉണ്ടാവും, അല്ലേ? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ചിന്ത, വാക്ക്, പെരുമാറ്റം, പ്രതികരണം ഇവയെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും അത് നിരീക്ഷിക്കാറുണ്ട്. അവരുടെ കുറവുകളെ അല്ലാതെ അവരുടെ മേന്മകളോ, നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ, അല്ലെങ്കിൽ ചിന്തകളിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ തെറ്റുണ്ടോ, അതിൽ ഏതെല്ലാം ഭാഗത്ത് നന്മയുണ്ട്, തിന്മയുണ്ട്, നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകാവുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരു ഒബ്സർവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒബ്സർവേഷനിലൂടെയാണ് അവരിലെ നന്മതിന്മകളും അവർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും വൈകാരികമായ അവസ്ഥകളും ശാരീരിക അവസ്ഥകളും ഒക്കെ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഒരു ശാരീരികമായ മോശമായ അവസ്ഥയിൽ അടുക്കളയിൽ ജോലിയെടുക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ മുറ്റത്തിരുന്ന് അല്ലെങ്കിൽ കസേരയിലിരുന്നോ ഒക്കെ പത്രം വായിക്കുന്ന ഗ്രഹനാഥൻ അറിയുന്നതേയില്ല. എന്നിട്ടാണ് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഇത്ര നേരം നീ എന്തെടുക്കാരും ചോദിക്കുന്നത്. അതൊക്കെ ഒരു അർത്ഥശൂന്യമായ ചോദ്യമാണ്. അപ്പോൾ ഒബ്സർവേഷൻ, വീട്ടിൽ എന്ത് നടക്കുന്നു, ഓരോ കുട്ടികളും മാതാപിതാക്കൾ അവരൊക്കെ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷണം ആവശ്യമാണ്. ഈ നിരീക്ഷണത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നിരീക്ഷണത്തിലൂടെ നാം മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉള്ളിലേക്കെടുത്ത് ധാരണ, അറിവ്, അവബോധം എന്നിവ കൂട്ടിച്ചെടുക്കും. ഈ മൂന്നിൻ്റെയും സംയോജനമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ചിന്ത മനസ്സിലാക്കി ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്. 3 തരത്തിലുള്ള ചിന്തകളുണ്ടെന്ന് പറഞ്ഞു. പാഴ്ചിന്തകളും സമ്പുഷ്ടമായ ചിന്തകളും ക്രിയാത്മകമായ ചിന്തകളുമുണ്ട്. ഇതിൻ്റെ പേഴ്സൻറ്റേജ്, ഇത് ലോ ആണോ, ഹൈ ആണോ, വളരെ പാസീവാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ഗ്രേഡിങ്ങും കൊടുക്കണം. ചിന്തകൾ മുഴുവനും പാഴ്ചിന്തകളും കൊണ്ട് നടക്കുന്നവരെ നമുക്ക് ചേരാൻ സാധിക്കില്ല. ചിന്തകളിലെ 90% പാഴ്ചിന്തകളാണെങ്കിൽ എങ്ങനെ നമുക്ക് യോജിക്കാൻ സാധിക്കും? എന്നാൽ 10% യോജിക്കുന്നവയാണെങ്കിൽ ആ 10%ത്തോട് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ കുറെ കൂടെ 10-ൽ നിന്ന് 15-ലേക്കും ഒക്കെ മാറ്റാൻ സാധിക്കും. അതുപോലെ പെരുമാറ്റ വൈകല്യത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. സ്വഭാവത്തിൻ്റെ കാര്യത്തിലും പ്രതികരണത്തിൻ്റെ ഭാവത്തിലും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ഘട്ടമാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. മനസ്സിലാക്കിയാൽ പോരല്ലോ, ശരിയാണ്, ഇന്ന ആൾക്ക് ഇന്ന സ്വഭാവമാണ്, രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവം ചിലർക്ക് കുറവാണ്, വളരെ വൈകിയാണ് ചിലർ ഉറങ്ങുന്നത്, അതുകൊണ്ടായിരിക്കാം രാവിലെ ഉണരാണ്ട് വൈകുന്നത് എന്നൊരു ധാരണയുണ്ടെങ്കിൽ വൈകി ഉണരുന്ന കുട്ടികളെ വഴക്ക് പറയേണ്ടതായ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇവരെ മനസ്സിലാക്കി കൊണ്ടുവന്ന് അതിനനുസരിച്ചിട്ട് അവരെ ഉൾക്കൊണ്ട് സ്വീകരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. പലപ്പോഴും ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളായിട്ട് സംസാരിച്ച് കേൾക്കാറുണ്ട്. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട മാത്രമേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പൊരുത്തപ്പെടലാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളലാണ്. ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് അതിനെ സ്വീകരിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ജീവിതം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അറിയാം, ചില കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല, എന്നാലും പ്രത്യേകിച്ച് വഴക്കോ അല്ലെങ്കിൽ ബഹളമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു രീതിയല്ല. നമുക്കറിയാം, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിന് പല അർത്ഥങ്ങളുണ്ട്. ക്രമീകരിക്കുക, നിജപ്പെടുത്തുക, പൊരുത്തപ്പെടുത്തുക, ഇങ്ങനെയുള്ള ചില അർത്ഥങ്ങളുണ്ട്. നമ്മൾ ക്രമീകരിക്കുന്നതിൽ ഇപ്പോൾ ടി-വിയുടെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ അറിയില്ലേ, ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല നമ്മുടെ ഗാർഹിക ജീവിതത്തിൽ ഉള്ളത്. അതുപോലെ നമ്മൾ ബസ്സിലൊക്കെ നിൽക്കുമ്പോൾ ഒരു 3-4 പേര് ഇരിക്കുന്ന സീറ്റിലിരിക്കുന്നു. ഒരു വൃദ്ധനായ ഒരാൾ വന്നു, ആ ഒരാൾക്ക് ഇരിക്കാൻ സീറ്റില്ല, അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പ്രായമുണ്ട്, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു, ഒരല്പം ഒതുങ്ങിയിരുന്നിട്ടോ അല്ലെങ്കിൽ മാറിയിരുന്നിട്ടോ അയാൾക്ക് സീറ്റിന് വേണ്ടിയിട്ട് ക്രമീകരണം ചെയ്യുന്നു. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എത്തിയത് ഈ ഒബ്സർവേഷനിലൂടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും അക്സെപ്റ്റൻസിലൂടെയാണ്. അത് ആരോഗ്യപ്രദമാണ്. എന്നാൽ ഒരു തടിയുള്ള ഒരാൾ വന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ ഉൾക്കൊള്ളാതെ മനസ്സിൽ പ്രാപിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാൾ വന്നിരിക്കുന്നിരിക്കാൻ എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവമാണെങ്കിൽ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് അനാരോഗ്യകരമാണ്. നിത്യജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ
നമുക്ക് സഹിക്കാൻ സാധ്യമല്ല എങ്കിൽ അത് വെറുതെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഭാഗത്താണ് ഇതിൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പോരായ്മ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ തിരുത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ആവശ്യം. എല്ലായ്പ്പോഴും നമ്മൾ കുറ്റങ്ങളെ മാത്രം നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറവുകളെ മാത്രം നോക്കുമ്പോൾ നമുക്ക് യോജിച്ചു പോകാൻ സാധ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10-20% യോജിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് പ്രോത്സാഹനവും പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സമാധാനം സന്തുഷ്ടിയൊക്കെ ഉണ്ടാകുക. അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് നന്നാവുകയില്ല. അവനവൻ വിചാരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് സ്വയം തോന്നണം, എൻ്റെ പെരുമാറ്റം, ചിന്ത, കാഴ്ചപ്പാട് എന്നിവയൊക്കെ വ്യത്യസ്തങ്ങളാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ അവർക്കത് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ജീവിതത്തിലേക്ക് ഓരോ ഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ ഒരു 3-4 കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒബ്സർവേറ്റ് ചെയ്ത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് സ്നേഹത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹത്തിലേക്ക് വരും. സ്നേഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? വെറുതെ ഒരു പൊരുത്തപ്പെടലല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തരുമ്പോഴത്തേക്ക് എന്നോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ വസ്തുവകകൾ, അല്ലെങ്കിൽ അടുത്തിരുന്ന് എന്തെങ്കിലും ശാരീരികമായ അടുപ്പം കാണിക്കുക, ഇതാണോ യഥാർത്ഥ സ്നേഹം? സ്നേഹം എന്നാൽ കരുതൽ, പിന്തുണ, അംഗീകാരം എന്നിവയൊക്കെയാണ്, പങ്കുവയ്ക്കൽ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ വെറുതെ സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കണമെന്ന് കൂടിയുണ്ട്. ഒരു പഞ്ചസാര കുപ്പിക്കകത്ത് പഞ്ചസാര ഇട്ടാൽ അതിന് മധുരം അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ സ്നേഹം സൂക്ഷിച്ചാൽ ഒരു കാരണവശാലും അത് നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. സ്നേഹം പ്രകടിതമാവേണ്ടതാണ്. അപ്പോൾ അതിനെ ഉള്ളിൽ ഒതുക്കേണ്ടതല്ല. സ്നേഹത്തിൻ്റെ പ്രകടനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പിന്തുണയെ, അതുപോലെ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട കരുതൽ, പ്രോത്സാഹനം, അംഗീകാരം എന്നിവയെ ആശ്രയിച്ചിട്ടായിരിക്കും സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുന്നത്. ഈ സ്നേഹം കൊടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് മെൻ്റൽ പ്രോക്സിമിറ്റി കുറഞ്ഞു വരുന്നത്, അകലം വരുന്നത്, ഭാര്യയും ഭർത്താവ് അകന്നു പോകുന്നു, തമ്മിൽ സംസാരിക്കാതെ മാറിയിരിക്കുന്നതൊക്കെ എല്ലാം ഈ സ്നേഹത്തിൻ്റെ അളവ് കുറയുന്നതിലൂടെയാണ്. അതുപോലെ ആശയവിനിമയം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ പലപ്പോഴും വീടുകളിൽ ആശയവിനിമയം ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് പലപ്പോഴും TV-യുടെ മുമ്പിൽ, സീരിയലുകളുടെ മുമ്പിലൊക്കെ സ്ത്രീകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ സ്ത്രീകളുടെ മുമ്പിൽ പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനോ അവരുടെ പകലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനോ സാധിക്കുന്നില്ല. നമ്മുടെ വീടുകളിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നെഗറ്റീവ് സിറ്റുവേഴ്സ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകളാണ്. നാശം, നിങ്ങൾ എന്തെടുക്കുക, ഇത് ശരിയാവത്തില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള ചില വാക്കുകളില്ലേ, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നതാണ്. ഈ വാക്കുകളെല്ലാം നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ വിഭ്രമത്തിന് വിധേയമാക്കും. ന്യൂറൽ പാത്ത് വരെ തെറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ന്യൂറൽ പാത്തുകൾ തെറ്റിക്കഴിഞ്ഞാൽ ആ പെരുമാറ്റത്തെ ഇതെല്ലാം ബാധിക്കും. നമ്മുടെ ഓരോ വികാരത്തിനും അനുസൃതമായിട്ട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് ശാസ്ത്ര വസ്തുത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ നെഗറ്റീവ് വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ചില കാര്യങ്ങൾക്ക് പാസീവ് ആകാതിരിക്കുക. കുടുംബജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പാസിവിറ്റിക്ക് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ രാവിലെ നമ്മുടെ സ്പൗസ്, ഭാര്യ വന്ന് ചോദിക്കുകയാണ്, രാവിലെ ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്താണ് ഈ മറുപടി പറയുക? എന്തെങ്കിലും ഉണ്ടാക്കുക. അവിടെ ഒരു ഉദാസീനതയാണ്. ഒരുപക്ഷെ അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ടോ ഒക്കെ ഇരിക്കുകയായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയും. അതൊരു പാസിവിറ്റിയാണ്. അതുപോലെ നാളെ ചേട്ടൻ്റെ മകളുടെ വിവാഹമല്ലേ, എന്താണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? എന്തെങ്കിലും കൊടുക്കുക, നാളെ ആവട്ടെ, അങ്ങനെയല്ലേ, അവിടെയും പാസിവിറ്റിയാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഞാനിന്ന് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? എന്തെങ്കിലും കൊടുക്കുന്നേ, ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുക അല്ലേ. ഒരു പാസീവ് നേച്ചറാണ്. സത്യത്തിൽ വളരെ നിസ്സാരമായി തോന്നാം. പക്ഷേ ഈ ഒരു പാസിവിറ്റി കൊണ്ട് എന്താണ് നഷ്ടപ്പെടുന്നത്? ആ ഭാര്യയുമായിട്ടുള്ള അടുപ്പം, സ്പൗസുമായിട്ടുള്ള അടുപ്പമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. പകരം നമുക്ക് എങ്ങനെയാണ് അത് പോസിറ്റീവ് ആക്കാൻ സാധിക്കുക? എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാൻ സാധിക്കുക? കഴിഞ്ഞ തിങ്കളാഴ്ച നീ ഉണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയില്ലേ, അത് വളരെ രുചികരമായിരുന്നു കേട്ടോ, അതുണ്ടാക്കിയാൽ മതി. ഈ 2 ദിവസമായിട്ട് നമ്മൾ പുട്ടും ഇടിയപ്പമൊക്കെ അല്ലേ ഉണ്ടാക്കിയത്, ഇന്ന് അപ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കാം? അപ്പോൾ ഭാര്യ അംഗീകരിക്കലും പിന്തുണ നൽകുന്നതാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണത്തിന് പോവുകയാണ്, എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. നമുക്ക് നമ്മുടെ മകളുടെ കല്യാണത്തിന് അവരൊരു വള തന്നതല്ലേ, നമുക്കൊരു വള തന്നെ അങ്ങ് കൊടുക്കാം അല്ലേ. അപ്പോൾ അവിടെ ഒരു തീരുമാനമായി. അതായത് അവർ പറയുന്ന ആ ഒരു ആശയത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഒരു വിനിമയ സിദ്ധാന്തങ്ങളിൽ പറയുന്ന പോലെ തന്നെ അനുകൂലമായ ഒരു വിനിമയം അവിടെ വരികയാണ് ചെയ്യുന്നത്.
അതുപോലെ നമ്മൾ എന്ത് സാരിയാണ് ഉടുക്കേണ്ടതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണ് ഉടുക്കേണ്ടതെന്ന് ചോദിച്ചു. നീ അന്ന് ഉടുത്ത ഒരു റോസ് കളറുള്ള സാരി ഇല്ലേ, അത് നിനക്ക് നന്നായിട്ട് ഇണങ്ങും, അത് ഉടുത്താൽ മതി. അപ്പോഴുണ്ടാകുന്ന വൈകാരികമായ അനുഭവം എന്തായിരിക്കും? ഇതെല്ലാം തലച്ചോറ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാകും, ഓ, ഞാനന്ന് റോസ് സാരി ഉടുത്തത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു മനോഭാവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സംഭാഷണ ശൈലികൾ വരുമ്പോഴത്തേക്ക് ഒരു മാനസികമായ അടുപ്പമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ കുടുംബത്തിന്റെ സമഗ്ര ആരോഗ്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഇവയെല്ലാം ആരോഗ്യത്തിന് മറ്റെല്ലാ തലങ്ങളെയും അതുപോലെ തന്നെ ബാധിക്കുന്നതാണ്. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയാതെ, കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി പോയിരുന്ന് കളിക്കുക, എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവരെ അടുത്തിരുത്തി അവരുടെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് നമ്മുടെ ജോലി ചെയ്യാനായിട്ട്. നമ്മൾ വളരെ ഗഹനമായ ജോലികൾ ചെയ്തു വന്നിരിക്കലും ഒരു കാരണവശാലും അവരുടെ എന്തെങ്കിലും റിക്വസ്റ്റ്, അവരുടെ ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ തള്ളിപ്പറയാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ പ്രോക്സിമിറ്റി ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട്. ഈ പിന്തുണ നൽകുമ്പോഴത്തേക്കും ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ ഈ സ്നേഹത്തിൻ്റെ ഉറവിടം വികസിച്ചാണ് വരുന്നത്. അത്തരമൊരു സമീപനം ഗ്രഹനാഥൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ കുടുംബത്തിൽ ആരോഗ്യമുണ്ടാകും. അതായിരിക്കും വെൽനസ് ഫാമിലി എന്ന് പറയുന്നത്. ഇതാണ് സ്നേഹത്തിൻ്റെ തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് തലങ്ങളിലെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. സ്നേഹം കൂടിപ്പോയാലും കുഴപ്പമാണ്. അതായത് കൂടിപ്പോയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ സ്നേഹമുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാര്യ മിക്കവാറും ചിലപ്പോൾ ഓഫീസിൽ വിളിക്കാറുണ്ട്, ചേട്ടനെന്താ താമസിക്കുന്നത്, അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരുപക്ഷെ 1 മണിക്കൂറോ ജോലി ചെയ്യാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അമിതമായ സ്നേഹം അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഏതിനും ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക് മാറേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതാണ് സ്നേഹത്തിൻ്റെ തലം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ത്യാഗമാണ്. ത്യാഗമെന്നാൽ സാക്രിഫൈസ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന കുട്ടികളുടെ, മാതാപിതാക്കളുടെ ഒക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നതാണ്. രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കി, അത് എല്ലാവർക്കും തികയുന്നില്ല, കുട്ടിക്കത് ഇഷ്ടമാണ്, അപ്പോൾ മോനിത് കഴിച്ചോ അല്ലെങ്കിൽ മോളിത് കഴിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്കുണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും? അച്ഛൻ എന്നോട് എത്രമാത്രം സ്നേഹമാണ് എന്നൊരു തോന്നലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില ത്യാഗങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ചേർന്ന് വരേണ്ടതുണ്ട്. ത്യാഗം എന്നത് നേട്ടമൊന്നും കേട്ടിട്ടില്ലേ? ജീവിതത്തിലെ എല്ലാ തുറകളിലും ചില കൊടുക്കലോ വാങ്ങലുകളുടെ ഇടയിൽ നമുക്ക് ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് നൽകണം എന്നുള്ളൊരു ത്യാഗ മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും സമഗ്രമായ ഒരു ആരോഗ്യമായിരിക്കും ഉണ്ടാകും. അപ്പോൾ ത്യാഗസന്നദ്ധത തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒക്കെ രോഗം വരുമ്പോഴത്തേക്ക് നാം നമ്മുടെ പല ദിനചര്യകളും മാറ്റിവെക്കാറുണ്ടല്ലേ. ഓടിക്കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, മരുന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിച്ചെന്നിരിക്കില്ല. അവിടെ ഒരു ത്യാഗ മനോഭാവമാണ്. കുടുംബ ബന്ധങ്ങൾക്ക് സ്നേഹവും ത്യാഗവും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്തത് ഒരു 7ാമത്തെ തലമാണ്. അത് വിശ്വാസ പ്രമാണമാണ്. ബിലീഫ് സിസ്റ്റം. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവും. ഇപ്പോൾ സ്പൗസിന് അല്ലെങ്കിൽ ജീവിതത്തിലെ പങ്കാളിക്ക് അവരുടെ ജീവിത സാഹചര്യത്തിന് ചില ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാകാം. ആ ബിലീഫ് സിസ്റ്റം കൊണ്ടായിരിക്കും ഇവിടെ വരുന്നത്. ആ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കുക, ആ വിശ്വാസമൊന്നും തെറ്റാണെന്നോ അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ ചെയ്യുന്നാൽ അവരുടെ വ്യക്തിത്വത്തെ ഹർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും വിശ്വാസ പ്രമാണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് 3 സ്റ്റേജിലാണ്. ഒന്ന് ജനിതകമായിട്ട്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ, അറിവുകൾ, ആശയങ്ങൾ, ഇവയെല്ലാം വിശ്വാസ പ്രമാണങ്ങളായിട്ട് ഒരു കുട്ടിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ അവിടെ പൂർവ്വജന്മത്തിൽ നിന്നും ആർജിച്ചിട്ടുണ്ടെന്ന് ആർജിത വിശ്വാസ പ്രമാണങ്ങൾ, സഞ്ചിതമാണ്. സഞ്ചിയിലിട്ട് കൊണ്ടിരുന്ന പോലെ സഞ്ചിതമായ ചില വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഒരു 5 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ഇടപെട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ചില ബിലീഫ് സിസ്റ്റങ്ങൾ, സംസ്കാരങ്ങൾ, ഇവയെല്ലാം ഉണ്ടാകും. അതും ജീവിതത്തിലേക്ക് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാൻ അനുവദിക്കണം. വിശ്വാസ പ്രമാണങ്ങൾ അവരുടേതാണ്. നമുക്കതിലായിട്ട് യോജിക്കാൻ സാധിക്കില്ല എങ്കിൽ യോജിക്കില്ല. പക്ഷേ അവരെ നിരാകരിക്കാൻ പാടില്ല. അത് കേട്ടിരിക്കുക, അല്ലെങ്കിൽ അതിനെ നന്മതിന്മകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിൽ വല്ല ആചാര്യന്മാരുടെ അടുത്തോ ഗുരുക്കന്മാരുടെ അടുത്തോ ഒക്കെ സമീപിച്ച് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതും അവർക്ക് സ്വയം തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരെ തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം ഒരു ടഗ് ഉണ്ടാകും. തർക്കവും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. വിശ്വാസ പ്രമാണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് അറിവ് പങ്കിടുക. 8ാമത്തെ സെഗ്മെൻ്റാണ് അറിവുകൾ. ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വ്യത്യസ്തമായ അറിവുകൾ, കാഴ്ചപ്പാടുകൾ, സ്കില്ല്, നിപുണത, ഇതെല്ലാം ഉണ്ടാവാം.
ഭാര്യയ്ക്കും ഭർത്താവിനും വ്യത്യസ്തമായ അറിവുകൾ ഉണ്ടാവും. ഈ അറിവുകൾ ഷെയർ ചെയ്യുമ്പോൾ സമഗ്രമായ കുടുംബത്തിൽ ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണെന്നറിയാവോ? ഭാര്യയ്ക്ക് തയ്യലറിയാം. അപ്പോൾ ഭാര്യ ഭർത്താവിനെ തയ്യലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. താല്പര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ ഭർത്താവിന് ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ ഉള്ള അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ മൊബൈലിൽ പല ആപ്ലിക്കേഷൻസും പുരുഷന്മാർക്ക് അറിയാവുന്ന പോലെ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അറിയാൻ പറ്റുന്നതാവില്ല. അപ്പോൾ അവരെ ആ മൊബൈലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പരസ്പരം അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ അവിടെയും നമുക്ക് മാനസികമായ അടുപ്പം ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് രേഖപ്പെടുത്തുന്നു എന്നുള്ള തലച്ചോറിലെ കോശങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക പാത്വേയിൽ ഉണ്ടാകുന്നു. ന്യൂറൽ പാത്വേ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ നമ്മുടെ സമഗ്രമായ ആരോഗ്യത്തിലാകും. ഇതെല്ലാം കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഇത് സമഗ്രമായ ആരോഗ്യം കുടുംബജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കാവുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത്. 9ാമത്തെ സെഗ്മെന്റ് ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മറ്റൊരു വശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അമിതമായ സ്നേഹം സ്വാതന്ത്ര്യം ചിലപ്പോൾ കെടുത്തിയേക്കാം. ഒരു സ്ഥലത്തും നമുക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. ഓരോ വ്യക്തിക്കും അവനവൻ്റെതായ വ്യക്തിത്വം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കേണ്ട. ഞാൻ പറയുന്നത് പോലെയേ കേൾക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു നിശ്ചിത നിയമവ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാവുള്ളൂ, ആ ഒരു കെട്ടുപാടിൽ നിന്നുകൊണ്ട് ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പെരുമാറാവുള്ളൂ എന്ന് വിചാരിക്കരുത്. നാം ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിം വർക്കിലേക്ക് തന്നെ അവർ വരണം എന്ന് ശഠിക്കുന്നത് തെറ്റായ ഒരു മനോഭാവമാണ്. അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം. വ്യക്തിത്വങ്ങൾ തന്നെ 10-16 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഈ വ്യക്തിത്വങ്ങളെ എല്ലാം നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരീക്ഷണത്തിലൂടെ ഓരോ വ്യക്തിത്വ പ്രത്യേകതകളും മനസ്സിലാക്കിയിട്ട് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും കൊണ്ടു നടക്കാനും ബിലീഫ് സിസ്റ്റംസ് ആണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും നാം ശ്രമിക്കേണ്ടതാണ്. ഒന്നിനും ഒരു വിലങ്ങതടിയാവാതിരിക്കുക. സ്വാഭാവികമായിട്ട് തന്നെ അവർ തിരുത്തുന്നത്, നമ്മളിപ്പോൾ മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തല്ലി പഴുപ്പിക്കുന്നു സ്വയം പഴുക്കുന്നു നമ്മളുടെ രുചി വ്യത്യാസം നമുക്കറിയാം. അതുപോലെ അവരുടെ സ്വാതന്ത്ര്യം, അവർക്കത് പ്രത്യേക കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക എന്നതിന് നമുക്കറിയാം. പല സ്ത്രീകളും ചില ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പർച്ചേസ് ചെയ്യാറുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് പണമുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മളതിന് തടയിടാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. എന്നാൽ അത് പോകുന്നതിന് മുമ്പ്, പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര രൂപയുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണമെന്നും ഇന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ധാരണ പരസ്പരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു നിശ്ചയ സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ എന്നൊരു നിശ്ചിതമായിട്ട് ഒരു അളവ് നമ്മൾ മനസ്സിൽ കരുതിയാൽ അതിനുള്ളിൽ നിൽക്കാൻ സാധിക്കും. അതല്ലാതെ സ്വാതന്ത്ര്യം എന്ന് കരുതി എന്തും വാങ്ങാൻ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ തിരികെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും അത് കലഹത്തിന് വിധേയമാകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റത്തത് ശരീരം പങ്കുവെക്കൽ, അതായത് കുടുംബ ജീവിതത്തിലെ ലൈംഗികത. ഈ ഒരു കാര്യം തന്നെ ഒരു അസഭ്യമോ അശ്ലീലമോ ഒക്കെ ആയിട്ട് ഒരു സീമയ്ക്ക് അപ്രദമായിട്ടുള്ളതാണ് പല ചാനലുകളിലും കുടുംബങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായ കാര്യമാണ് വായു, വെള്ളം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം, അത് പാർപ്പിടം തുടങ്ങിയവയെല്ലാം. ഇതിന് ശേഷം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ മറ്റൊരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു അശ്ലീല തലത്തിലേക്ക് മാറുന്നത് എന്തുകൊണ്ട്? ഇത് ആസക്തിയായിട്ടും ഒരു അശ്ലീല തലത്തിലേക്കും ഉള്ള ഒരു ഗതിമാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒരുപാട് വഴിയൊരുക്കിയിട്ടുണ്ട്. അത് അമിതമാകുമ്പോഴത്തേക്കാണ് അപകടമാകുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാതെ അതിനെ ചാനലൈസ് ചെയ്ത് നമ്മുടെ സമഗ്രമായ ആരോഗ്യത്തിന് ഇത്തരം ഈ ഒരു ശാരീരികമായ ബന്ധം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ശരീരത്തിൻ്റെ പങ്കുവയ്ക്കൽ, ഇത് ദമ്പതികളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകട അവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി. 2 വശങ്ങളുണ്ട് അതിന്. അനാവശ്യമായ ഒരു അവസ്ഥയുണ്ട്, അനാരോഗ്യകരമായ അവസ്ഥയുണ്ട്, ആരോഗ്യകരമായ അവസ്ഥയുണ്ട്. ആരോഗ്യകരമായ വശത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈംഗിക ഊർജത്തിന് പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. ഡോപ്പമൈൻ പോലെയുള്ള ഹോർമോണുകൾ തലച്ചോറിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ തലച്ചോറിൽ നിന്നാണെങ്കിൽ കൂടി അതിൻ്റെ പ്രഭാവം ശരിക്കും എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം. നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ 3 ചക്രങ്ങൾ, ഈ 3 ചക്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത്. നമ്മുടെ സമഗ്ര ആരോഗ്യത്തിലേക്ക് ഈ ചക്രങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്നിവ നമ്മുടെ നിലനിൽപ്പിനും
സുരക്ഷയ്ക്കും അതുപോലെ ആത്മവിശ്വാസം, ധൈര്യം, ശ്രദ്ധ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ചക്രങ്ങളിലൂടെയാണ്. യഥാർത്ഥത്തിലുള്ള ലൈംഗിക ജീവിതത്തെ സപ്രസ് ചെയ്യുകയോ അമിതമായിട്ട് തുറന്നു വിടുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എനർജി ബ്ലോക്ക് ഉണ്ടാകുന്നതായിട്ട് പഠനത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് മിതമായ രീതിയിൽ ഓരോരോ പ്രായത്തിലും അനുസരിച്ച് തീർച്ചയായിട്ടും ലൈംഗിക ജീവിതം ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രകൃതി തന്നെ ഇതിൻ്റെ അകത്ത് ഈ ലൈംഗിക പ്രക്രിയയിൽ ഒരു ആനന്ദം ഉൾച്ചേർന്ന് വെച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ആവശ്യമാണ് മനുഷ്യരാശി നിലനിൽക്കണം എന്നുള്ളത്. ഈ ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പില്ല. അപ്പം അതുകൊണ്ട് ഇതിനെ യഥാർത്ഥത്തിൽ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് അസഭ്യമോ അശ്ലീലമോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഈ ഒരു ഗതിമാറ്റമാണ്. ആസക്തി ഒരുപാട് തരത്തിലുള്ള അടിമത്വത്തിലേക്കും ഒരുപാട് സമയം ഇതിലേക്ക് വ്യാപരിക്കുന്ന രീതിയിൽ യുവാക്കളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയാണ് ഇവിടെ ഒരു അസംബന്ധമായിട്ട് ഇത് വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിനൊരു അതിർവരമ്പ് വെക്കേണ്ടതാണ്. അപ്പോൾ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കാനായിട്ട് ദമ്പതികൾക്കിടയിൽ തന്നെ ഇതും വിനിമയം ചെയ്യേണ്ടതാണ്. അത് അശ്ലീലമാണെന്ന് കരുതി തള്ളിക്കളയാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈകല്യങ്ങളിലേക്കും ഇപ്പോൾ ഈ സഹവാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വരുന്ന ലിവിങ് ടുഗദർ, അത്തരം കാര്യങ്ങളിൽ പോകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ലൈംഗിക ദാരിദ്ര്യം പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളായിക്കോട്ടെ ഇത്തരം പ്രവണതകളെ ഒന്നും ഒരിക്കലും തുറന്നു പറയില്ല. അത് അവരുടെ സ്ത്രൈണതയുടെ ഒരു ഭാവമാണ്. ലൈംഗിക വികാരമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന് പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ അവർക്ക് പ്രകടിപ്പിക്കുവാൻ സാധ്യമല്ല. പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ ഇത്തരം ഒരു പോരായ്മകൾ തീർച്ചയായിട്ടും പെരുമാറ്റത്തിലുണ്ടാവും. അത് മറ്റു തരത്തിലായിരിക്കുന്നു. അത് മനസ്സിലാക്കി കുടുംബജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ഒരു സമഗ്രത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പിരമിഡിൽ ഒരു 10 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. വിശാലമായിട്ട് സംസാരിക്കേണ്ടതാണെങ്കിൽ കൂടി ഒരു 8-10 എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരുന്നത്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൽക്കാലം നിർത്തിവെച്ചിട്ട് ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും എക്സ്പ്ലനേഷൻ കൂടുതൽ തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് മറ്റൊരു ഭാഗം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം കണ്ടന്റുകൾ ഇത് ഒരുപാട് വിശാലമായൊരു വിഷയമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആസക്തിയുടെ ലെവലിലൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കാരണം ആസക്തിയുടെ ലെവലിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് നേടണം എന്ന് ആഗ്രഹിച്ചു ഒരു ആസക്തിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നേടിയില്ലെങ്കിൽ ഓരോ കുട്ടികൾക്കുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. അവർ അക്രമാസക്തമായും കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയും, അല്ലേ? തട്ടിത്തെറിപ്പിക്കും. തടസ്സങ്ങൾ എന്ത് വന്നാലും അതിനെ തട്ടിത്തെറിപ്പിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അവരുടെ വിവേകം നശിക്കും. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സെറിബ്രൽ കോർട്ടക്സും ഉണ്ട്, സെൻട്രൽ സെറിബ്രൽ കോർട്ടക്സ്. അവിടെയാണ് ഇതിൻ്റെ ശരിതെറ്റുകൾ അറിയപ്പെടുന്ന ഭാഗം. അതിൻ്റെ പിൻഭാഗത്താണ് ഇമോഷണലായിട്ടുള്ളൊരു ഭാഗമുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഇമോഷണലായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഭാഗത്ത് ഒരു ഇന്നാക്ടിവേഷൻ വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബോധം നശിക്കുകയും ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല. നമുക്ക് ആഗ്രഹം അത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതാണ് ആസക്തി എന്ന് പറയുന്നത്. അത് ഈ മദ്യാസക്തിയും അതുപോലെ മറ്റു തരത്തിലുള്ള ആസക്തിയിലേക്കൊക്കെ പോകുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആസക്തി വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ ബോധം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പത്രത്തിലേക്ക് വായിക്കുന്ന പോലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. കാമുകിയെ കഴുത്തറുത്ത് കൊള്ളുന്നു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആസക്തിയുടെ ലെവലിലേക്ക് പോകാതെ വസ്തുതകളെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മാത്രമാണ് ഈ ലൈംഗികത ഒരു മിതമായ രൂപത്തിലേക്ക്, ഒരു ലെവലിലേക്ക് അധികമാകാതെയും കുറയാതെയും അധികം ആക്റ്റീവ് ആകാതെയും ഇന്നേറ്റീവ് ആകാതെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അത് പക്വമായ ഒരു വികാരമാണെന്നും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന്, നമ്മുടെ എനർജി ബ്ലോക്കുകളെ ഒഴിവാക്കാനും റിലാക്സ് ആക്കാനും ഒക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. അതിനെ ഒരു അസഭ്യമായി തള്ളിക്കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇത്രയാണ് 10 സെഗ്മെന്റ് നമുക്ക് പറയുന്നത്. മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ശ്രമിച്ചതിന് നന്ദിയുണ്ട്. അതിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധയിലൂടെ കടന്നു പോകും. അതിൽ ഓരോ സാഹചര്യങ്ങളും ശ്രദ്ധയുടെ പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സമഗ്രമായ ഒരു ജീവിത ആരോഗ്യ പദ്ധതി നമ്മളിലേക്ക് കടന്നു വരും. മാനസികവും ശാരീരികവുമായ
എല്ലാ തലങ്ങളും ഒരുപോലെ പ്രയോജനകരമായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ചക്രവാണി സാർ ഇന്ന് സംസാരിച്ച്. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഷാജി സാർ എന്തെങ്കിലും പറയാം? ഷാജി മാത്സ് സാറിന്റെ ചക്രവാണി സാറിന്റെ ക്ലാസ് വളരെ സൂപ്പറായിരുന്നു. റെക്കോർഡഡ്, കറക്റ്റ്, ഒന്നും വിട്ടുകളയാനില്ലാത്ത രീതിക്ക് വളരെ കൺസൈസ് ആയിട്ട് പോയിന്റഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ. എല്ലാം വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങളുടെ ഇന്ന് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നു. അപ്പൊ അതിനൊക്കെയുള്ള യഥാർത്ഥ കാരണം ഈ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. രണ്ട് ദ്വന്ദ്വഭാവങ്ങള്, അമിതാഗ്രഹത്തിന്റെ ദോഷങ്ങള്, നമുക്ക് ആവശ്യമുള്ളത് സെൽഫ് ട്യൂണിങ് ആണ്. ഫാമിലി, പലതരത്തിലുള്ള ഫാമിലി, വെൽനെസ് ഫാമിലി, ഇൽനെസ് ഫാമിലി, അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മനോധർമ്മത്തിന്റെ ഡെഫിനിഷന് കർമ്മവും ധർമ്മവും ചേർന്നെന്നുള്ള എടുത്തു പറയത്തക്ക പോയിന്റ്, പരിമിതികളെ ഉൾക്കൊണ്ട് പിരമിഡിലുള്ള കാര്യങ്ങൾ, അതായത് സ്നേഹത്തിന്റെ തലങ്ങള്, ത്യാഗത്തിന്റെ ലെവല്, ബിലീഫ് സിസ്റ്റം, അറിവ് ഷെയറിങ്, അല്ലെ ഫ്രീഡത്തിന്റെ പ്രാധാന്യം, ലൈംഗികതയുടെ പ്രാധാന്യം, ആസക്തികൾ എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും സാറ് വളരെ വളരെ കൃത്യമായിട്ട്, ക്രിസ്പായിട്ട്, ബ്രീഫായിട്ട് വിശദീകരിച്ചു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാബു സാർ ഫോർ ദി ഓപ്പർച്യൂണിറ്റി. സാർ, എനിക്കൊരു സംശയം ചോദിക്കാറുണ്ട്. സാർ, എനിക്കൊരു സംശയം. സാർ, ചക്രവാണി സാറേ, നമ്മുടെ ആദ്യം 3 ചക്രങ്ങള് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂര്, അതൊപ്പമായി എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് വിശദമാക്കി തരുമോ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂർ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാധിഷ്ഠാനം. അതുകൊണ്ടാണ് ഇതിനെ സശ്ചക്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഒരു കേന്ദ്രമാണ്. ഇവിടെ എനർജി ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് പലതരത്തിലുള്ള വൈകാരികമായ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ 4 ഹോർമോണുകൾ പ്രധാനമായിട്ട് പറയാം. ഡോപ്പമിൻ, എൻഡോർഫിൻ, അങ്ങനെ തുടങ്ങിയവ ഉണ്ടല്ലോ. അപ്പൊ ഇതിലെ ഡോപ്പമിൻ എന്ന ഒരു ഹോർമോണാണ് ലൈംഗികതയും സ്നേഹവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. അത് തലച്ചോറിൽ നിന്നാണെങ്കിലും അതിന് പ്രഭാവം പ്രധാനമായിട്ടും ഈ 3 കേന്ദ്രങ്ങളിലാണ് വരുന്നത്. യോഗശാസ്ത്രത്തിൽ അത് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണിന്റെ ജൈവികവും രാസികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധികരിച്ചു വരുമ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രത്തെയാണ് പ്രധാനമായിട്ട് അത് വായിക്കുന്നത്. അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഹിപ്പ് റൊട്ടേഷൻ പറയുന്നുണ്ട് യോഗയിൽ. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്താണ്, നമ്മുടെ ഉൽപാദനേന്ദ്രിയത്തിന്റെ അടിയിൽ ഭാഗത്തായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം വരുന്നത്. കോക്കക്സിന്റെ താഴെയായിട്ടാണ് മൂലാധാരം വരുന്നത്. മണിപൂരവും നമ്മുടെ നേവലിന്റെ താഴത്താണ് വരുന്നത്. ഈ 3 ചക്രങ്ങളുടെയും വൈകല്യങ്ങളാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണം. വികാരത്തെ സപ്രസ് ചെയ്യാൻ പാടില്ല. ഏത് തരത്തിലുള്ള വികാരങ്ങളാണെങ്കിലും അവയെ സപ്രസ് ചെയ്യാതെ ഇരിക്കണം. ഹോർമോൺ പ്രവർത്തന പ്രധാനത്തിന് ഉത്തരവാദി തലച്ചോറിലെ പല കേന്ദ്രങ്ങളുമാണ്. എന്നാലും ഓരോരോ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ഒക്കെ പ്രഭാവം ഓരോരോ പ്രഷർ പോയിന്റുകളിലും എനർജി കേന്ദ്രങ്ങളുമാണ്. നമുക്കറിയാം പ്രധാനമായിട്ട് 7 ചക്രങ്ങളുള്ളത്. മറ്റു ചക്രങ്ങളെ കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കാത്തത് ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഭാവം ഈ ഒരു ഊർജം ഈ 3 കേന്ദ്രങ്ങളാണ് വരുന്നത്. അവിടുത്തെ എനർജി ബ്ലോക്കുകളാണ് ആത്മവിശ്വാസമില്ലായ്മ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയവയെല്ലാം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം ഉള്ളവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ ആത്മഹത്യാ പ്രവണത, കൊലപാതകം, പീഡനം തുടങ്ങി ഉണ്ടാകുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇത്തരം വികാരങ്ങൾ, ഈ ലൈംഗിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ഈ ഒരു കലുഷിതമായ ശ്രമം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനത് ഒരുപാട് വിശദമാക്കിയില്ലെന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തടയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു സെൽഫ് ട്യൂണിങ് വേണമെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ സ്തംഭിപ്പിച്ച് ഊർജ്ജ പ്രവാഹം നിർത്തി പോകുമ്പോഴത്തേക്ക് അത് പലതരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ, വൈകാരികവും പെരുമാറ്റവുമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ സ്വഭാവത്തില്, അതുപോലെ നമ്മുടെ ബിഹേവിയർ പാറ്റേൺ, ഇതെല്ലാം മാറുന്നത് ഇത്തരം ഒരു ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എനർജി കേന്ദ്രം ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. യോഗയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വ്യായാമക്രമം. വ്യായാമം എന്ന് പറയാൻ പറ്റത്തില്ല, യോഗ സാധനയാണ്. അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കും സാറേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഗോകുമാർ സാർ. സാർ വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അല്പം സ്പീഡ് കൂടി പോയി എന്നെ പോലെ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ അടുക്കള ഒരു അന്നക്ഷേത്രമാണ്, ഒരു ഔഷധ കേന്ദ്രവും കൂടാണ്, ഒരു ഹോസ്പിറ്റൽ കൂടാണ്. അപ്പൊ ആഹാരം എങ്ങനെ കൊടുക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്ന് സാർ ഇനി ഒരു ക്ലാസ് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ അമ്മയും അച്ഛനും
അധ്യാപകരായാൽ പോലെ ആ മക്കളെടുക്കുക പിന്നെ അവര് ആചാര്യന്മാരാവണം, ആചരിച്ച് കാണിക്കണം. അവർ അച്ഛൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് മോനോട് സിഗരറ്റ് വലിക്കരുത് പറയാൻ പോകും. അപ്പൊ അച്ഛൻ ആചരിച്ച് കാണിക്കണം, അച്ഛനും അമ്മയും ആചരിച്ച് കാണിക്കുന്നത് മക്കൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇതിന്റെ ക്ലാസ് ഇനി അടുത്ത തന്നെ എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ള സാർ ക്ലാസ് എടുക്കുക, അടുത്ത ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞ് അത് വളരെ സ്പീഡ് കൂടിയെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൂടുതൽ ഞാൻ സ്പീഡ് കൂടുതലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഏതോ ഞാൻ പറയാൻ മറന്നുപോയി. നന്ദി, നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. ശരി സാറേ, അത് ശരിയാണ്. മാതാപിതാക്കളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയല്ല, കാട്ടിക്കൊടുക്കുക. മാതാപിതാക്കൾ മാതൃകയാക്കണം. അതുപോലെ ആചാര്യന്മാർ വളരെ ശരിയായ കാര്യം തന്നെയാണത്. അപ്പോൾ നല്ലൊരു പേരന്റിങ് ഉണ്ടാവണം. ആ പേരന്റിങ്ങിന്റെ വിഷയം എന്നാണ് സംസാരിക്കാത്തത്. പിന്നെ സമയം നീണ്ടുപോകില്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതെ അതെ അതെ. പിന്നെ ഒരു അല്പം സ്പീഡ് കൂടുതൽ അത് അങ്ങനെ വന്നു പോകുന്നതാണ്. കുറച്ചൊക്കെ ഓക്കെ, ഞാനും അങ്ങനെയല്ല. ശരി, ഓക്കെ. ഓക്കെ. വേറെ ജോർജ് സാർ, അൻസരി സാർ ഉണ്ടോ? ജോർജ് സാർ പറയും. ജോർജ് സാർ പറയും. താങ്ക് യു സർ, താങ്ക് യു. ചക്രപാണി സാർ, പ്രത്യേകം അഭിനന്ദനങ്ങൾ സർ. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് വളരെ അത്യാവശ്യമായ അറിവാണ്. ആ തിരിച്ചറിവ് സാറ് കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ ഇതേ നോക്കിക്കേ, ഇതാ പ്രശ്നം എന്ന് പറയുന്നത് പോലെയാണ് ഓരോന്ന് വരച്ച് കാണിച്ചു പറഞ്ഞു. വളരെ വളരെ ഗുണകരമായ സന്ദേശങ്ങൾ, രഹസ്യങ്ങൾ, എല്ലാ പ്രശ്നങ്ങളുടെ ഉറവിടം എല്ലാം കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന അത് സവിസ്തരമാണ്. സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ ശൈലി. ആദ്യം ഗോകുമാർ സാർ പറഞ്ഞു ഇത്തിരി സ്പീഡ് കൂടി പോയി, നമുക്ക് പുറകെ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കേട്ട് വരുമ്പോഴേക്കും അടുത്തതും കഴിഞ്ഞു പോവുകയാണ്. എന്നിരുന്നാലും ഉപകാരപ്രദമാണ്. മാത്രമല്ല റെക്കോർഡിംഗ് ഉണ്ടല്ലോ സാറേ, അതും വലിയ സഹായകരം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നേരം വൈകിയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഒത്തിരി കടപ്പാട് തോന്നുന്നു സാറിനോട്. താങ്ക് യു സർ. സാറിന്റെ ശരിക്കും ഓരോ സെക്ഷനും നമുക്ക് ഓരോ ആ ദിവസവും അതെ അതെ അതെ, നീണ്ട ഒരു തുടർ ക്ലാസ്സുകളുടെ ആവശ്യകത സൂചിപ്പിക്കുന്നു. സാധ്യത വളരെയാണ്. ഓക്കെ. വേറെ ജോർജ് സാർ, ശുദ്ധോദനൻ സാർ, സാർ കേൾക്കുന്നുണ്ടോ? സാർ എന്തെങ്കിലും പറയുന്നു? സാർ, ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ അടുക്കളയിൽ പുരുഷന്മാർ കയറുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് സാറ് പറഞ്ഞു. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളുടെ ഈ വരവ് കാരണം അത് കുളമായി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പൊ എനിക്ക് അതിലുള്ളൊരു സജഷൻ ഇതാണ്, നമ്മൾ ചെയ്തില്ലെങ്കിലും അവരോടൊപ്പം ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അവർ ചെയ്യുന്നതിന് അവർക്കൊരു സന്തോഷം ഉണ്ടാവും, ആ ജോലി പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഫ്രണ്ടില് ആ ചായ കൊണ്ടുവരൂ, പത്രം നോക്കട്ടെ എന്ന ധാരണയിൽ കിട്ടുന്ന ചായക്ക് രുചി ഉണ്ടാവില്ല. അപ്പൊ അത് വളരെ കൃത്യമായ കാര്യമാണ് സാർ പറഞ്ഞത്. ഒത്തിരി സന്തോഷം സാർ, സന്തോഷം. ഓക്കെ ചക്രപാണി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം, ഏറെ ആളുകൾക്കും അറിയാം എന്ന് ധരിക്കുന്നതും എന്നാൽ ജീവിത പഥത്തിൽ പെട്ടുപോകുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എത്ര അറിയാം എന്ന് പറയുന്നവർ പോലും എത്ര വട്ടം കേട്ടാലും അത് മതി വരാത്തതാണ്. കാരണം ഓരോ തവണയും കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ചില കുറവുകൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ സാധിക്കുക. ഇപ്പോ ലയനാൻ സാർ പറഞ്ഞ് നിർത്തിയിടവും ഇനി ഒരുപക്ഷെ നമ്മള് ഈ അടുക്കളയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കുറ്റങ്ങളായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ഇതെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങളിതുവഴി വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിലപ്പം പറയാനും സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇടയ്ക്ക് സൂചിപ്പിച്ച അഡ്ജസ്റ്റ്മെന്റ് ഫാമിലിയും അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയും. ഒരുപക്ഷെ നമ്മളെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ മോശക്കാരല്ല, നല്ലവരാണ്. പക്ഷെ നല്ലവരാണെങ്കിലും നമുക്ക് പലപ്പോഴും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ ചിലപ്പോഴെങ്കിലും വീഴ്ച വരാം.
ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ സാമൂഹിക പ്രവർത്തന രംഗത്തും പൊതുവേദിയിലും ഭക്തരുടെ മേഖലയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഒരുപക്ഷെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ മക്കൾക്കും ജീവിത പങ്കാളിക്കും പലപ്പോഴും ഇവരെ അത്ര ഈ പൊതു സമൂഹത്തിനുള്ളതുപോലെ ഇഷ്ടം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലെന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ കാരണമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇന്ന് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ, പോയിന്റുകൾ ഓരോന്നും. അപ്പൊ അത് നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും ഒരു പാഠപുസ്തകം പോലെ ആണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴെല്ലാം എന്നെ തന്നെ ഒരു ആത്മശോധനയ്ക്ക് വിഷയമാക്കാനാണ് ഇടവന്നിട്ടുള്ളത്. സാർ ഈ വിഷയത്തിൽ ഏറെ പ്രാവീണ്യമുള്ള ആളാണ്. ധാരാളം ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്പീഡിന്റെ പിന്നിലെ കാര്യം. അത്രയ്ക്കും തറവാണ്. തീർച്ചയായിട്ടും കുഴപ്പമില്ല, അത്ര സ്പീഡിലൊക്കെ തന്നെ പറയട്ടെ, അല്ലാതെ ഇച്ചിരി വലിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും ശരിയാകില്ല. സ്പീഡിൽ തന്നെ പയ്യെ പയ്യെ ആളുകൾ കേട്ടാൽ മതി, വീണ്ടും വീണ്ടും കേട്ടാൽ മതി. അങ്ങനെ തീർച്ചയായിട്ടും ധാരാളം നല്ല കുടുംബങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകട്ടെ. കാലം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിന്റെ തിരത്തള്ളലിൽ ഈ പറയുന്ന കാര്യങ്ങൾ അടുത്ത 5 വർഷം 10 വർഷം കഴിയുമ്പോൾ വേറൊരു രൂപത്തിലേക്കൊക്കെ ഒരുപക്ഷെ ആയിത്തീരാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തായാലും കുടുംബം അത് നിലനിൽക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ കുടുംബം എന്ന് പറയുന്നത് എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അപരിചിതരായ രണ്ടാളുകൾ പ്രത്യേക രീതിയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒന്നിച്ചു ചേർന്ന് ഒരു താലിച്ചരടിന്റെ പിൻബലത്തിൽ മാത്രം, ഇയാൾ ആരാണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള രണ്ടാളുകൾ തമ്മിൽ ആ പവിത്രമായ ബന്ധത്തിന്റെ പേരിൽ എല്ലാം പരസ്പരം സമർപ്പിക്കുന്ന ഒരു വലിയ തലം, അത് ഈ വിവാഹ വേദിയിലല്ലാതെ, കുടുംബത്തിലല്ലാതെ ലോകത്തിൽ എവിടെയാണുള്ളത്? എനിക്കായി ഒന്നുമില്ല എന്നുള്ള നിലയിൽ എൻ്റെ പങ്കാളിക്കായി എല്ലാം സമർപ്പിക്കുന്ന ആ ഇടം, അതിൻ്റെ അകത്തുണ്ടാകുന്ന പോരായ്മകൾ, അതിനെ കരുതുന്നതിനുള്ള വാളിച്ചകൾ ഒക്കെയാണ് പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമായി തീരുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഈ മഹാത്ഭുതം, കുടുംബം, വിവാഹം എന്നൊക്കെ പറയുന്ന ഈ മഹാത്ഭുതം, അതിന്റെ പവിത്രത എക്കാലവും നിലനിൽക്കട്ടെ. ലിവിങ് ടുഗദർ എന്നും അല്ലെങ്കിൽ പുതിയ ഓമന പേരിലൊക്കെ എന്തൊക്കെ വന്നാലും അതൊന്നും ഇതിന് പകരമാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. അതുകൊണ്ട് കുടുംബവും വിവാഹവും നിലനിൽക്കട്ടെ. അതിനെ ഒത്താശ ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ചക്രപാണി സാറിനെ പോലെയും അതുപോലെയുമുള്ള ഫാമിലി കോച്ചുമാരും ഫാമിലി ലൈഫിന് പ്രാധാന്യം കൊടുക്കുന്നവരും ജീവന് പ്രാധാന്യം കൊടുക്കുന്നവരുമായ ആളുകൾ ധാരാളം ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു ഈ പ്ലാറ്റ്ഫോമിനും സാബു സാറിനും എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചക്രപാണി സാർ, താങ്ക് യു വൺസ് അഗൈൻ. നമുക്ക് സമഗ്രമായ രീതിയിൽ മുന്നോട്ട് പോകാം. സാറിന്റെ ടോപ്പിക്കൽ റെഡി ആയിക്കോളും, സ്പീഡൊക്കെ കുറയ്ക്കാം. ഈ ചക്രപാണി സാറിന്റെ വീട് എവിടെയാണ്? വൈക്കം. ഞങ്ങൾ അയൽവാസികളാണ്. ഒരേ താലൂക്കുകാരാണ്, ഒരേ അയൽവാസികളാണെന്ന് പറയാം. വൈക്കത്തെവിടെ? പ്രോപ്പർ വൈക്കം എവിടെ? ചെമ്പ് അല്ലേ? ചെമ്പ് കൊച്ചങ്ങാടി എന്ന് പറയും. കുരിശേരം അങ്ങനെ പ്രോപ്പർ സ്ഥലം. ഓ ശരി. സാറ് വേറെ എന്ത് ചെയ്യുന്നു? ഈ ട്രെയിനറായിട്ട് തന്നെ നിൽക്കുന്നോ? അതെ. ഞാനിപ്പോ കുറച്ച് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കോഴ്സ് തീർന്നിട്ടുണ്ട്.
ഞാൻ അതിൻ്റെ പ്രോജക്റ്റ് വർക്കുകളും കുറച്ച് പുസ്തകങ്ങളും ഒക്കെ രചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പുസ്തകം വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചുകൂടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ പുസ്തകങ്ങൾ, ഒരു 50 60 ആ ഒരു പേജുള്ള പുസ്തകങ്ങൾ. അങ്ങനെ അതിൻ്റെ ഒരു വർക്കിലും കൂടിയാണ്. പിന്നെ കുറച്ച് സോഷ്യൽ വർക്കുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. റിട്ടയർ ആയിട്ട് 6 വർഷമായി. ഒറ്റയ്ക്ക് നിലനിൽക്കുന്നോ അതോ ഏതെങ്കിലും പിന്നെ അസോസിയേഷനുമായി സപ്പോർട്ട് ഉണ്ടോ? ഇല്ല, അസോസിയേഷനായിട്ട് തൽക്കാലം ഇല്ല. GSSRC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്ലോബൽ സയൻസ് റിസർച്ച് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർക്കുണ്ടായിരുന്നു. അതിപ്പോൾ അതിനകത്ത് കൂടുതൽ പങ്കെടുക്കുന്നില്ല. എന്നാലും അതിൻ്റെ കുറേ ക്ലാസ്സുകളിൽ ഞാൻ പങ്കാളിയാണ്. അത്രയേ ഉള്ളൂ. ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ വ്യാപരിക്കുന്നില്ല. സാറിന്റെ ഫാമിലി? എൻ്റെ വീട്ടിൽ ഇപ്പോൾ വൈഫ് മാത്രമേ ഉള്ളൂ. മോള് വിവാഹം കഴിഞ്ഞ് പാലക്കാടാണ്. ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. ഒരു മോള് മാത്രമേ ഉള്ളൂ? ഒരു മോള് മാത്രമേ ഉള്ളൂ. മോളും സൈക്കോളജി ഫീൽഡാണ് അല്ലേ? സൈക്കോളജി അല്ല, സൈക്കോളജി അല്ല, അവള് ഫിസിക്സ് ആണ്. PG കഴിഞ്ഞപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്നു. വൈഫിന് ജോലിയുണ്ടോ? ഇല്ല, വൈഫിന് ജോലിയില്ല. വൈഫും ബൈക്കക്കാരിയാണോ? അതെ അതെ അതെ, വൈക്കംകാരി തന്നെയാണ്. ജോർജ് സാറ് കുമരകമാണ്. കുമരകല്ല, കാവാലം. കാവാല. കാവാലം. സാർ ഇവിടെ ഒരു പാലക്കാട്ടുകാരനുണ്ട്. സാറിന്റെ മോള് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി കോളേജിലെ കുരുക്ഷേത്ര യുവക്ഷേത്ര. അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടെയാണ് പഠിപ്പിക്കുന്നത്. മുണ്ടൂരപ്പുറം. മുണ്ടൂര്. പാലക്കാട് യുവക്ഷേത്രം. അവരുടെ പേരെന്താ സാർ? അവിടെ പോയിരുന്നു. മോളുടെ പേരെന്താ സാർ? രശ്മി മോൾ. എന്താണ്? രശ്മി മോൾ. അനുമോനും അധ്യാപകനാണ്. തിരുവാലത്തൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അങ്ങനെയോ? സാർ പാലക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. സാറ് പാലക്കാട് ധോണി അല്ലേ? ധോണിയാണോ? അതെ, ധോണി. പിന്നെ ആ കോളേജിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാക്സിമം, അത്രേ ഉള്ളൂ. പോകുന്ന റൂട്ടാണ്. ഞാൻ ഒലവക്കോട് എന്നിട്ടൊരു 2 കിലോമീറ്റർ കൂടെ. അവര് പാലക്കാട്ട് വരണമെങ്കിൽ ഒലവക്കോട് വരണം. ഓക്കെ സാർ, താങ്ക് യു. പാലക്കാടും ഒലവക്കോടും രണ്ടാണോ? എന്താ സാർ? എന്താ സാറേ, ഈ പാലക്കാട് ഒലവക്കോട് രണ്ടാണോ? പാലക്കാട് ജില്ലയിൽ പെട്ടത് തന്നെയാണ്. അതെ 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 അതെ. അല്ലാതെ ഈ പാലക്കാടിന്റെ പഴയ പേരല്ല ഒലവക്കോട് അല്ലേ? അല്ല സാർ, അത് തെറ്റിദ്ധരിക്കണ്ട. ഒലവക്കോട് എന്നുള്ളത് ഒരു ജംഗ്ഷനാണ്. നേരത്തെ റെയിൽവേ ജംഗ്ഷൻ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് മാത്രം. ഇപ്പൊ അത് പാലക്കാട് ജംഗ്ഷൻ എന്നാക്കി മാറ്റി. പ്ലേസ് ലോക്കൽ ഒരാള് പറഞ്ഞ ഒലവക്കോട് എന്ന് പറയും. റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ പാലക്കാട് ജംഗ്ഷനും ഉണ്ട്, പാലക്കാടും ഉണ്ട്. ഈ പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് പളനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ച് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ആ ജംഗ്ഷൻ പോയിന്റ് അവിടെ വന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് സ്പീഡ് കുറച്ചുകൂടെ കുറയ്ക്കാൻ നോക്കാം. ഞാനിത് ഉദ്ദേശിച്ചത് നമ്മുടെ ആ 8 മണി, ഞാൻ ഓരോ പോയിന്റുകളും ഇന്ന സമയത്തിന് തീർക്കണമെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ആ ടൈം പാലിക്കാൻ വേണ്ടിയിട്ട് പോയെന്നുള്ളൂ. പിന്നെ എനിക്കറിയാം റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വീണ്ടും കേൾക്കാമല്ലോ. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകും. ഇപ്പോൾ 10 ഈ പിരമിഡ്സിന്റെ 10 അത് വന്നെനിക്ക് ഇടയ്ക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂറ്റി കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഇഴച്ചിൽ വന്ന് ശ്രദ്ധ വിട്ടും പോകും. അതുകൊണ്ടാണ്. അടുത്ത പ്രാവശ്യം അത് പരിഹരിക്കാം. ഓക്കെ. എല്ലാവർക്കും ഒരു അവസരം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. കൂടുതൽ പേരിലേക്ക് നമുക്ക് ആശയങ്ങൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. നൈറ്റ്. നാളെ നമുക്ക് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് ആണ്. ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് കണ്ടിന്യൂസായിട്ട് നമ്മൾ ഈ ആഴ്ച എടുക്കുന്നതാണ്. എളങ്കോ സാർ നാളെ വൈകുന്നേരം. ഓക്കെ, അപ്പോൾ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.